ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സി എ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ റിവിഷൻ ആൻഡ് മസ്റ്റ് ഡു ക്വസ്റ്റ്യൻ സെക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ചാപ്റ്റർ ഏതാ? ഒരു സംശയമല്ല, ഏതായിരിക്കും? ചാപ്റ്റർ നമ്പർ 5 അല്ലേ? അല്ലേ? ഒരുപാട് കുട്ടികൾ വിളിച്ചു ചോദിക്കുക ചാപ്റ്റർ നമ്പർ 5 സ്കിപ്പ് ചെയ്യട്ടെ എന്നുള്ളത്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ചാപ്റ്റർ നമ്പർ 5 എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ചാപ്റ്റർ നമ്പർ 5 ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് ചാപ്റ്റർ നമ്പർ 5 ആ. ചാപ്റ്റർ നമ്പർ 5ന്റെ ഒരു ABC അനാലിസിസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടോ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഇതാണ് എ കാറ്റഗറി. ഇതാണ് എ കാറ്റഗറി. നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എ കാറ്റഗറിക്കകത്ത് ഫസ്റ്റ് പഠിക്കേണ്ടത് ചാപ്റ്റർ നമ്പർ 5 ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോ ചാപ്റ്റർ നമ്പർ 5നകത്ത് അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്ത ഏരിയ ആണ് ഏത്? ഈ പറയുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഏരിയ. സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ സ്ട്രക്ചറിനകത്ത് നമുക്ക് എത്ര സ്ട്രക്ചർ പഠിക്കാണ്ടോ? മൊത്തം 8 സ്ട്രക്ചർ പഠിക്കാറുണ്ട്. സിമ്പിൾ സ്ട്രക്ചർ പഠിക്കാറുണ്ട്, അതുപോലെ ഫംഗ്ഷണൽ സ്ട്രക്ചർ പഠിക്കാറുണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ പഠിക്കാറുണ്ട്, മൾട്ടി ഡിവിഷൻ സ്ട്രക്ചർ പഠിക്കാറുണ്ട്, SPU പഠിക്കാറുണ്ട്, നെറ്റ്വർക്ക് പഠിക്കാറുണ്ട്, ഹവർ ക്ലാസ് പഠിക്കാറുണ്ട്, മെട്രിക്സ് പഠിക്കാറുണ്ട്. ആൻഡ് ഇത്രയും 8 സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ 5നകത്ത് പഠിക്കാനുള്ളത്. അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് നെറ്റ്വർക്ക് സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് ചോദിക്കും. നെറ്റ്വർക്ക് സ്ട്രക്ചർ അവർ എക്സാമിന് ചോദിക്കും. അത് MCQ ആയിട്ട് എക്സാമിന് ചോദിക്കും. ഡിസ്ക്രിപ്റ്റീവ് ആയി എന്ത് ചെയ്യാൻ അവർ ചോദിക്കാറുണ്ട്. ഹവർ ഗ്ലാസ് സ്ട്രക്ചർ അവർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. SB is very 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 important. SB is very important and metric structure is also very important. ഈ 4 സ്ട്രക്ചറും പഠിച്ചതിന് ശേഷം മാത്രമേ മറ്റു സ്ട്രക്ചറിലോട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഓക്കെ ആണോ? ഇതാണ് സ്ട്രക്ചറിന്റെ സൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സ്ട്രക്ചർ, ഹവർ ഗ്ലാസ് സ്ട്രക്ചർ, SBU, മെട്രിക് സ്ട്രക്ചർ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി എന്താണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്നുള്ളത് ഒന്ന് ബ്രീഫ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവേഴ്സ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. ഇതിന്റെ നോട്ടാണ്. ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവില്ല, എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആവില്ല. ക്ലാസ് വാങ്ങിയ കുട്ടികൾക്ക് മാത്രമേ ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ക്ലാസ് വാങ്ങിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബുക്ക് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ ഒരു സ്ട്രക്ചർ ആണ് ഇത്, നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് സ്ട്രക്ചർ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്താണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല. നോക്കി, MCQ ആണ് നോൺ സ്ട്രക്ചർ അല്ലെങ്കിൽ നോൺ സ്ട്രക്ചർ. ഇതാണ് MCQ. നോൺ സ്ട്രക്ചർ ഏതാ, നോൺ സ്ട്രക്ചർ ഏതാന്ന് ചോദിക്കും. ആക്ച്വലി ഒരു കമ്പനിന്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് ചൈനയിലാണ്. ആ കമ്പനി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഒരു കമ്പനിയുടെ മെയിൻ ഫംഗ്ഷൻസ് ഡീൽ ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രാജ്യത്ത് നിന്നാണെങ്കിൽ ആ ടൈപ്പ് സ്ട്രക്ചർ ആണ് ഇത് നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MCQ ആണ് വിർച്വൽ എലിമിനേഷൻ ഓഫ് ഇൻ ഹൗസ് ബിസിനസ് ഫംഗ്ഷൻ. ഒരു കമ്പനി സ്വന്തമായിട്ട് കമ്പനിയുടെ അകത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതിന് പകരം ആ കമ്പനിയുടെ മെയിൻ ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, ഹയർ ചെയ്ത് കൊടുക്കും. അല്ലെ, പുറത്തോട്ട് എന്ത് ചെയ്യും, ഹയർ ചെയ്ത് കൊടുക്കും. ആക്ച്വലി കമ്പനി ഇൻഹൗസ് മീൻസ് കമ്പനിയുടെ അകത്ത് ഒരു ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നതിന് പകരം അപ്പൊ എലിമിനേറ്റ് ചെയ്യുക. എന്താ, കമ്പനിയുടെ ബിസിനസ്സിനകത്തുള്ള ഫംഗ്ഷൻസ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ആ സ്ട്രക്ചറാണ് ഇത് നെറ്റ്വർക്ക് സ്ട്രക്ചർ. ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജും നിങ്ങൾ വായിച്ച് നോക്കണം. ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ മറ്റൊരു സ്ട്രക്ചറാണ് ഹവർ ഗ്ലാസ് സ്ട്രക്ചർ. എന്താ ഹവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പനിന്റെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലോ ലെവൽ ഉണ്ട്. ആ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിഡിൽ ലെവൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. അല്ലെ, അപ്പൊ മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്യുന്ന ജോലികൾ, മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്യുന്ന ജോലികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ആ മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്യുന്ന ജോലി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ടെക്നോളജി വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെക്നോളജി, ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർവൈസർ ഉണ്ട്. ആ സൂപ്പർവൈസർ ചെയ്യുന്ന ജോലി നമുക്ക് വേണ്ട. സൂപ്പർവൈസർ നമുക്ക് പറഞ്ഞു വിടാം. നമുക്ക് അതിന് വേറെ എന്ത് വെക്കാം, ഒരു CCTV വെച്ചാൽ മതി. സൂപ്പർവൈസ് ചെയ്യുന്ന ജോലി എന്താ, സൂപ്പർവൈസ് ചെയ്യുക. സൂപ്പർവൈസിന് നമുക്ക് എന്ത് വെക്കാം, ഒരു ടെക്നോളജി കൊണ്ടുവരാം. ടെക്നോളജി എന്താണ്, ഈ പറയുന്ന CCTV. മനസ്സിലാവുണ്ടോ? അതാ പറഞ്ഞത്. ആ ടൈപ്പ് സ്ട്രക്ചർ ആണ് ഇത് ഹവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ടാസ്ക് എന്ത് ചെയ്യുക, കുറക്കുക. അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റിനെ റീപ്ലേസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഇത് ഹവർ ഗ്ലാസ് സ്ട്രക്ചർ. അവർ പറയുന്നുണ്ട് ഹവർ ഗ്ലാസ് സ്ട്രക്ചറിന് മൂന്ന് സ്ട്രക്ചറിന് 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ഉണ്ട്, മിഡിൽ ഉണ്ട്, ലോ ഉണ്ട്. അതിനകത്ത് വരുന്ന മിഡിൽ ലെവൽ എന്തേക്കരം, കൺസ്ട്രക്റ്റഡ് ഏക്കരം. അപ്പൊ കൺസ്ട്രക്റ്റഡ് മിഡിൽ ലെയർ ഏതാണോ അതാണ് ഹവർ ഗ്ലാസ് സ്ട്രക്ചർ. കൺസ്ട്രക്റ്റഡ് മിഡിൽ ലെയർ ഏതാണോ അതാണ് എന്ത്, ഹവർ ഗ്ലാസ് സ്ട്രക്ചർ. ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ആൻഡ് മിഡിൽ ലെവൽ ഷോർട്ട് ഏക്കരം, മിഡിൽ ലെവൽ നാരോ ആയിരിക്കും. ഹവർ ഗ്ലാസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതിന്റെ ഇതാണ് അതിന്റെ വൈഡ് ടോപ്പ്, വൈഡസ്റ്റ് ബോട്ടം ആൻഡ് നാരോ അറ്റ് മിഡിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇതിന്റെ അഡ്വാൻറ്റേജും പറയുന്നുണ്ട്, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജും പറയുന്നുണ്ട്. ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അതേപോലെ മറ്റൊരു ഏരിയ ആണിത്. നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 5നകത്ത് മറ്റൊരു ഏരിയ ആണിത്, ഈ പറയുന്ന SBO. ഒറ്റ മിനിറ്റ്, നിങ്ങളെ
നമുക്കതിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്ന് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആയി കാരണം മേ ബി അതിനകത്ത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിയാലോ? ചിലപ്പോൾ അതേപോലെ ചോദിക്കും. ക്വസ്റ്റ്യൻ ബാങ്ക് ഭയങ്കര എഫക്റ്റീവ് ആയി. നോക്കിയേ, നോർമലി നിങ്ങൾ ലീഡർഷിപ്പ് പഠിച്ചില്ലേ? ലീഡർഷിപ്പ്, രണ്ട് ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട്. എന്തൊക്കെയാ? ട്രാൻസാക്ഷനും ഉണ്ട്, ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. ട്രാൻസാക്ഷൻ ഉണ്ട്, ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. ഓക്കെ, അപ്പോ ഇനി ചോദിക്കും ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഓതറൈസ് ഒഫീഷ്യൽ ഒരു ഫീൽ, ഒരു ഓഫീസ് ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ഒഫീഷ്യൽ ആണ് എന്ത്? ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അൺഒഫീഷ്യൽ ആണ് എന്ത്? അൺഒഫീഷ്യൽ, അതായത് ഒരു കരീഷ്മ ആൻഡ് എന്തൂസിയാസം ക്രിയേറ്റ് ചെയ്ത ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ്, അതാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ പറയാണ് രമേശ് എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളിക്കാരൻ ഒരു ബ്രാൻഡിന്റെ ഓണർ ആണ്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് അവസാനം പറയാണ് ഈ രമേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അപ്രോച്ച് ഫോളോഡ് ബൈ ദ ഫാദർ ആൻഡ് സൺ ഇൻ ദ മാനേജ്മെന്റ് വേർ ഡിഫറെന്റ്. പുള്ളിക്കാരന്റെ ഫാദറും രമേശും അപ്രോച്ച് അല്ലെ ആ കമ്പനി ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള അപ്രോച്ച് രണ്ടാണ്. രമേശ് എന്ന് പറഞ്ഞ ആള് പ്രിഫർ ചെയ്യുന്നത് അതോറിറ്റി, യൂസ് അതോറിറ്റി ആൻഡ് ഹാവിംഗ് എ ഫോർമൽ സിസ്റ്റം. രമേശ് ഫോളോ ചെയ്യുന്ന ഒരു അതോറിറ്റിന്റെ ബേസിലാണ്, ഒരു ഫോർമൽ സിസ്റ്റമാണ് ആര് ഫോളോ ചെയ്യുന്നത്? രമേശ് ഫോളോ ചെയ്യുന്നത് അല്ലെ. റിവാർഡ് കൊടുത്തത് അല്ലെ, അതുപോലെ പണിഷ്മെന്റ് കൊടുത്തത്, ആ സിസ്റ്റമാണ് അത് രമേശ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ യശ്പാൽ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഫാദർ ഫോളോ ചെയ്ത് എന്താണ്? കരീഷ്മ ആൻഡ് എന്തൂസിയാസം ഇൻസ്പയർ ചെയ്തിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഫോളോ ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണ്? കണ്ടോ, ഒന്ന് പക്കാ ഫോർമുലൈസ്ഡ് ആണ് ട്രാൻസാക്ഷൻ ലേഖനം. അപ്പൊ രമേശ് എന്താണ്? ട്രാൻസാക്ഷൻ ആണ് അല്ലെ. രമേശിന്റെ ഫാദർ എന്താണ്? അദ്ദേഹം യശ്പാൽ എന്ന് പറഞ്ഞ രമേശിന്റെ ഫാദർ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഓക്കെ ഓക്കെ, ഇത് മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ നോക്കിയേ. മറ്റൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഒരു കമ്പനിയിൽ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാവും. ഒരു കമ്പനി ഉണ്ടാവും, ഒരു ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ. ആ ടോപ്പ് മാനേജ്മെന്റ് ചില മാനേജേഴ്സ് ഒരു കമ്പനിയിലെ ചില മാനേജേഴ്സ് ആ കമ്പനിയിൽ ചില ലീഡർഷിപ്പ് റോൾ പ്ലേ ചെയ്യണം അല്ലെ. നോക്കി, എന്തൊക്കെ ലീഡർഷിപ്പ് റോൾ ആണ് ഒരു മാനേജർക്ക് സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ ഫോളോ ചെയ്യാൻ? ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് തവണ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പനിയിലെ മാനേജേഴ്സ് ഫോളോ ചെയ്യേണ്ട ലീഡർഷിപ്പ് റോൾ എന്തൊക്കെയാണ്? ഒരു കമ്പനിയിലെ മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ട ലീഡർഷിപ്പ് റോൾ എന്തൊക്കെയാണ്? ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് വൈൽ എക്സിക്യൂട്ടിംഗ് എ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയിലെ മാനേജേഴ്സ് ഫോളോ ചെയ്യേണ്ട ലീഡർഷിപ്പ് റോൾ എന്തൊക്കെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 5 ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? സ്റ്റേ ഓൺ ടോപ്പ്, നിങ്ങൾ മുകളിൽ തന്നെ നിൽക്കണം അല്ലെ. വാട്ട് ഇസ് ഹാപ്പനിങ്, ക്ലോസ്ലി മോണിറ്ററിംഗ് ആൻഡ് സോൾവ് ദ ഇഷ്യൂ അല്ലെ. ഒരു എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറയുന്ന ഒരു കൾച്ചർ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. പിന്നെ പറയാണ് എത്തിക്കൽ ലീഡർഷിപ്പ് എന്ത് ചെയ്യണം? എക്സൈസ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. എന്തൊക്കെ ലീഡർഷിപ്പ് റോളാണ് ആ കമ്പനിയിലെ മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ടത്? ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കമ്പനിയിലെ സ്ട്രാറ്റജിക് ലീഡറുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഒരു കമ്പനിയിലെ സ്ട്രാറ്റജിക് ലീഡർ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? കണ്ടോ, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്ട്രാറ്റജിക് ലീഡർ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്ട്രാറ്റജിക് ലീഡർ? സിമ്പിൾ. എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് തീരുമാനങ്ങൾ എടുക്കുക, പോളിസി ആക്ഷൻ പ്ലാൻ ഫോം ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുക, ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ് ചെയ്യുക. എന്താ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കമ്പനിയിലെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അതാണ് എന്ത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഒരു കമ്പനിയിലെ ആരെ മാനേജ് ചെയ്യുക? എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ ചേഞ്ച്, ആ കമ്പനി വല്ല മാറ്റം വേണമെങ്കിൽ എന്ത് ചെയ്യുക? ചേഞ്ചിനെ മാനേജ് ചെയ്യുക. ഓക്കെ, ചേഞ്ചിനെ മാനേജ് ചെയ്യുക. അല്ലെങ്കിലോ ആ കമ്പനി നല്ല കൾച്ചർ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക. ആ കമ്പനിയുടെ പെർഫോമൻസ് എപ്പോഴും കൂട്ടാൻ വേണ്ടി നോക്കുക. ഇതാണ് ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിക് ലീഡർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്ട്രാറ്റജിക് ലീഡർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് എന്ത് കണ്ടോ? ഈ ക്വസ്റ്റ്യൻ നോക്കട്ടോ. മൂൺലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡീൽ ഇൻ മൾട്ടി പ്രൊഡക്റ്റ് ആൻഡ് മൾട്ടി ബിസിനസ്. ഒരു കമ്പനി മൾട്ടി പ്രൊഡക്റ്റ് മൾട്ടി ബിസിനസ് ആണ് ചെയ്യണമെങ്കിൽ, ഒരു കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനി ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആ കമ്പനിക്ക് സൂട്ടബിൾ ആയ സ്ട്രക്ചർ ഏതറിയോ? ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ സ്ട്രക്ചർ ഏതാ? ഒരു കമ്പനി ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റോ ഒന്നിൽ കൂടുതൽ ബിസിനസ്സോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ ഏതാ വരികയോ? ഒരു സംശയം, എന്താണ്? SBO വരിക, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. അങ്ങനെയെങ്കിൽ ഈ കമ്പനി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാ? SBU, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. ആൻഡ് SBU സ്ട്രക്ചർ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ,
പിന്നെ എസ് ബി യുടെ ബെനിഫിറ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എസ് ബി യുടെ ബെനിഫിറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട്, അപ്പൊ എസ് ബി യുടെ ബെനിഫിറ്റ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോരെ, അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് എടുത്ത് തരാം. ഓക്കെ ആണോ? ചാപ്റ്റർ നമ്പർ 5 ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചാപ്റ്റർ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? നിങ്ങൾ ടെക്സ്റ്റ് നിങ്ങളിപ്പോ എന്ത് കേട്ടിരിക്കും, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, ടെക്സ്റ്റിനകത്ത് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ 5 എന്നുള്ളത്. ഓക്കെ, നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കേ. Due to reoccurrence of various variant of coronavirus, LMN Limited is facing unstable environment and it has started unbundling and disintegrating its activity. It is also started relying on outside vendors for performing these activity. ഈ കമ്പനി കൊറോണയ്ക്ക് ശേഷം ആ കമ്പനി എന്താ ചെയ്യുക അറിയോ? ആ കമ്പനിക്കകത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഔട്ട്സൈഡ് പുറത്തുള്ളവർക്ക് കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഔട്ട്സൈഡ് വെൻഡേഴ്സിന് അവർ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, പുറത്തുള്ളവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിന്റെ അകത്തൊന്നും ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ, പുറത്തുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ആ സ്ട്രക്ചർ ഏതാ വരിക? നമ്മൾ നെറ്റ്വർക്ക് സ്ട്രക്ചർ പഠിച്ച ഓർമ്മയുണ്ടോ? നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിന്റെ പല ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാണ്, പുറത്തോട്ട് എന്ത് ചെയ്യാണ്, ഔട്ട്സോഴ്സ് ചെയ്യാണ്. അല്ലെ, കണ്ടോ? ഇതാണ് കീവേഡ്. ഈ കീവേഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണെന്നുള്ളത്. കണ്ടോ? റിലേയിങ് ഓൺ ഔട്ട്സൈഡ് വെൻഡേഴ്സ് ഫോർ പെർഫോമിംഗ് ദീസ് ആക്ടിവിറ്റീസ്. അപ്പൊ ഈ സ്ട്രക്ചർ ഏതറിയോ? ഇതാണ് ഇത് നെറ്റ്വർക്ക് സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നോക്കേ, ഒരു ചെന്നൈ ബേസ്ഡ് FMCG കമ്പനി, ചെന്നൈ ബേസ്ഡ് FMCG കമ്പനി, ആ കമ്പനി എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു? റീസെന്റ് അനൗൺസ്ഡ് റീസ്ട്രക്ചർ ഇൻ ദ ബിസിനസ്. ആ ബിസിനസ് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. ആ കമ്പനി സ്പ്ലിറ്റ് ഇൻ ടു മെനി ഫോർ ഡിഫറെന്റ് സ്ട്രീം. ആ കമ്പനി, ഈ FMCG കമ്പനി അവരുടെ ബിസിനസ്സിനെ 4 കാറ്റഗറിയാക്കി സ്പ്ലിറ്റ് ചെയ്തു. അതൊക്കെയാ, ഒന്ന് എന്താ FMCG, 2 FMCG ഇ കൊമേഴ്സ്, പിന്നെ റീറ്റെയിൽ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ആ കമ്പനിന്റെ ഗ്രൂപ്പിനെ പല കാറ്റഗറി ആക്കി തീരുമാനിച്ചു. എന്നിട്ട് പറയാണ്, ആ 4 യൂണിറ്റും സെപ്പറേറ്റ് ബിസിനസ് പോലെ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അപ്പൊ തന്നെ ആ ഒന്നാമത്തെ രണ്ടാമത്തെ ലൈന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണം അതേത് സ്ട്രക്ചർ ഏതാ, SBO ആണ്. ഒരു കമ്പനി അല്ലെ ചെറിയ ചെറിയ യൂണിറ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു, ഓരോ യൂണിറ്റ് എന്ത് കൊടുത്തു, സെപ്പറേറ്റ് ബിസിനസ് ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ആ സ്ട്രക്ചർ ഏതാ വരിക, കണ്ടോ? ആ സ്ട്രക്ചർ ഏതാ, SBO ആണ്. എന്താ എന്ത് കൊടുത്തു, SBOന്റെ ബെനിഫിറ്റും ആട്രിബ്യൂട്ട്സും കൊടുത്തു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതിന് SBOന്റെ എന്ത് കൊടുത്തു, ബെനിഫിറ്റും കൊടുത്തു, ആട്രിബ്യൂട്ട്സും കൊടുത്തു. കണ്ടോ? പിന്നെ വീണ്ടും ലീഡർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റാം ആൻഡ് ശ്യാം ആർ 2 brothers engaged in the business of spice. ബോത്ത് ഹാവ് ഡിഫറെന്റ് അപ്രോച്ച് മാനേജ്മെന്റ്. രണ്ടുപേർക്കും 2 അപ്രോച്ച് ആണുള്ളത്. എന്താ, റാം എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് പ്രിഫർ ചെയ്യണത്, ഫോർമൽ അപ്രോച്ച് ആണ് ലീഡർഷിപ്പ് പ്രിഫർ ചെയ്യുന്നത്. അതോറിറ്റി കൊടുക്കും അല്ലെ, എന്താ, റിവാർഡാണ്, പണിഷ്മെന്റ് കൊടുക്കും. ശ്യാം എന്ന് പറഞ്ഞ ആള്, പുള്ളിക്കാരൻ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ആണ്. ഇറ്റ് മീൻസ് എംപ്ലോയീസിനോടൊക്കെ ഫ്രണ്ട്ലി നേച്ചർ ആണ്. അങ്ങനെയെങ്കിൽ റാമിന്റെ അപ്രോച്ച് ഇതാണ്. റാം ഈസ് എ ട്രാൻസാക്ഷൻ, കാരണം ഫോർമലൈസ്ഡ് അല്ലേ, അപ്പൊ എന്താണ്, ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ശ്യാം എന്താണ്, ട്രാൻസ്ഫർമേഷൻ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ ഹെഡിങ് കൊടുക്കുക, ട്രാൻസാക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റേ ശ്യാം ട്രാൻസ്ഫർമേഷൻ ആണെന്ന് പറയാ, ട്രാൻസ്ഫർമേഷൻ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിയേ. ഒരു കമ്പനി, ആ കമ്പനി മാനുഫാക്ചറിംഗ് ആൻഡ് സെയിൽ ഓഫ് കൺസ്യൂമർ ഇലക്ട്രിക് ഗുഡ്സ് ഗ്ലോബലി. ദ കമ്പനീസ് റേറ്റഡ് ബെസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ സർവേ ഫോർ 5 years in a row. കമ്പനി കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷനിൽ ബെസ്റ്റ് കമ്പനിയാണത്. ഓക്കെ, അപ്പൊ ആ കമ്പനിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, സ്പ്രെഡ് ഓഫ് ദ കറന്റ് പാൻഡമിക് ഹാസ് അഫക്റ്റഡ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദ കമ്പനി അഡ്വേഴ്സ്ലി. കോവിഡ് വന്നു, ആ കമ്പനി നെഗറ്റീവായിട്ട് ബാധിച്ചു അല്ലെ. അങ്ങനെ ഒരു എഫക്ട് വന്നതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ റവന്യൂ എന്ത് ചെയ്തു, ചെറിയൊരു അഡ്വേഴ്സ് നെഗറ്റീവായിട്ട് കമ്പനിയുടെ റവന്യൂ വരെ എന്ത് ചെയ്തു, നെഗറ്റീവായിട്ട് ബാധിച്ചു. ഇൻ ഓർഡർ ടു സർവേ, കമ്പനിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, ആൻഡ് റീറ്റെയിൻ, കമ്പനിക്ക് പഴയ പോലെ തിരിച്ചു വരാൻ വേണ്ടി കമ്പനി എന്താ ചെയ്തത്, കമ്പനി ഡിസൈഡഡ് ടു ഔട്ട്സോഴ്സ് എ മേജർ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റി ലൈക്ക് മാനുഫാക്ചറിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ചാനൽസ്, ആഫ്റ്റർ സെയിൽസ് എക്സെട്ര. കമ്പനിയുടെ പല വർക്കും എന്ത് ചെയ്തു, ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ സ്ട്രക്ചർ ഏതാടാ, പറടാ. അങ്ങനെയെങ്കിൽ ആ സ്ട്രക്ചർ ഏതാ? ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ ഒരുപാട് തവണ വീണ്ടും, ഇതിപ്പോ 3ാമത്തെ ക്വസ്റ്റ്യനാ. ആ സ്ട്രക്ചർ ഒരു സംശയമില്ല, ആ സ്ട്രക്ചർ ഏതാ, നെറ്റ്വർക്ക് സ്ട്രക്ചർ. നെറ്റ്വർക്ക് സ്ട്രക്ചർ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്, എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. നെറ്റ്വർക്ക് സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജും, അവർ ക്ലാസ് സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ചാപ്റ്റർ നമ്പർ 5 ഈസ് വെരി സിമ്പിൾ ആയിട്ട് തോന്നും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. കണ്ടോ, ഡെൽറ്റ ഈസ് എൻ ഓർഗനൈസേഷൻ സ്പെഷ്യലൈസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി.
അല്ലെ? ഡെൽറ്റ എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനി IT കമ്പനിയാണ്. പ്രീവിയസ് ഇയർ ദ ഓർഗനൈസേഷൻ ആൻഡ് സക്സസ്ഫുള്ളി ഇന്റഗ്രേറ്റഡ്. കഴിഞ്ഞ വർഷം ആ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? AA ടൂൾസ് ഒക്കെ വെച്ച് ഒരുപാട് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട് ആ കമ്പനിക്കകത്ത്. അപ്പൊ AA ടൂൾസ് കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്. ആ AA ടൂൾസ് കമ്പനി യൂസ് ചെയ്യുന്ന കാരണത്താൽ ഇറ്റ് ഹാസ് സിഗ്നിഫിക്കന്റ്ലി ഡിമിനിഷ്ഡ് ദ റോൾ പ്ലേഡ് ബൈ ദ സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ് ഓഫ് ദ മിഡിൽ ലെവൽ. ആണ് AA ടൂൾസ് യൂസ് ചെയ്ത കാരണത്താൽ ആ കമ്പനിയിലെ മിഡിൽ ലെവൽ മാനേജേഴ്സിന്റെ ജോലി പലതും കുറഞ്ഞു. പറ, അങ്ങനെയെങ്കിൽ അത് ഏത് സ്ട്രക്ചർ ആയിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ജോലി AA ടൂൾസ് യൂസ് കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു സംശയം എന്താടാ? ഹവർ ഗ്ലാസ് സ്ട്രക്ചർ. ഞാൻ വീണ്ടും പറഞ്ഞ ഓർമ്മ ഉണ്ടോ? മിഡിൽ ലെവൽ മാനേജ്മെന്റ് കൺസ്ട്രക്ചർ ആണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് റോൾ കുറയും. എന്തുകൊണ്ടാണ്? പുതിയ ടെക്നോളജി മാറുന്ന അനുസരിച്ച് കമ്പനി ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുമ്പോൾ ആ എന്ത് ചെയ്തിട്ടുണ്ടോ? ഈ കമ്പനീസ് യൂസിങ് എ ഹവർ ഗ്ലാസ് സ്ട്രക്ചർ ഇസ് വെരി സിമ്പിൾ. ബാക്കി നിങ്ങൾ എഴുതൂലേ? ഓക്കെ. പിന്നെ പറയുന്നുണ്ടോ? ഡേവിസ് ആൻഡ് ലോറൻസ് ഹാസ് പ്രപ്പോസ്ഡ് 3 ഡിസ്റ്റിങ് ഫേസ് ടു ഡെവലപ്പ് മെട്രിക് സ്ട്രക്ചർ. മെട്രിക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം. ഡേവിസ് ആൻഡ് ലോറൻസ് 3 മെത്തേഡ്സ് പറഞ്ഞത് ഏതൊക്കെയാണത്? ക്രോസ് ഫംഗ്ഷണൽ ടാസ്ക് ഫോഴ്സ്, പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് മാനേജ്മെന്റ്, മെച്യൂർ മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് അവർ എക്സാമിന് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ. മെട്രിക് സ്ട്രക്ചറിന് അണ്ടറിൽ വരുന്നതാണ് ഡേവിസ് ആൻഡ് ലോറൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ്. പുള്ളിക്കാരാണ് മെട്രിക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തത്. പുള്ളിക്കാരന്റെ അഭിപ്രായത്തിൽ 3 മെത്തേഡ്സ് ഏതൊക്കെയാണ്? ക്രോസ് ഫംഗ്ഷണൽ ടാസ്ക് ഫോഴ്സ്, പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ മെച്യൂർ മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ. എന്റെ കൂടെ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടോ? ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചു പോന്നോ. പിന്നെ ചേഞ്ച് നോക്കി, ഏതൊക്കെ സ്റ്റെപ്സ് ടു ഇനീഷ്യേറ്റിംഗ് സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്ക് പഠിക്കാണ്ട്. സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കാണ്ട്. ആ ചേഞ്ചിന്റെ അണ്ടറിൽ നമുക്ക് 3 കാര്യം പഠിക്കാണ്ട്. ഒന്ന്, സ്ട്രാറ്റജിക് ചേഞ്ചിന്റെ സ്റ്റെപ്സ് പഠിക്കാണ്ട്. ഈ ക്വസ്റ്റൻ എന്താ അറിയോ? സ്ട്രാറ്റജിക് ചേഞ്ചിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെക്കഗ്നൈസ് നീഡ് ഫോർ ചേഞ്ച്. അവിടെ ചേഞ്ച് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ക്രിയേറ്റിംഗ് എ ഷെയർഡ് വിഷൻ ടു മാനേജ് ചേഞ്ച്. ഒരു ഷെയർഡ് വിഷൻ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ തേർഡ് വൺ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ദ ചേഞ്ച്, ഇംപ്ലിമെന്റ് ദ ചേഞ്ച്. ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇംപ്ലിമെന്റ് ദ ചേഞ്ച്. ഇതാണ് ചേഞ്ചിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി ആ ചേഞ്ചുമായി ബന്ധമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ടെക്സ്റ്റ് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് നോക്കാം. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. എല്ലാവരും ടെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5 എടുത്തേ. എല്ലാവരും ടെക്സ്റ്റ് എടുത്തേ. ചാപ്റ്റർ നമ്പർ 5 എടുത്തേ. സ്റ്റഡി മെറ്റീരിയൽ 5. എല്ലാവരും ചാപ്റ്റർ 5 എടുത്തേ. കറങ്ങി നിൽക്കലടാ എന്ന് വരാത്ത. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണല്ലോ? ഞാൻ ഇത്രയും പറഞ്ഞ ഏരിയ ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണോ? ചാപ്റ്റർ 5 ഞാൻ ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? കുറച്ച് സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തു. അതിൽപ്പെട്ട ഒന്നാണ് ഹവർ ഗ്ലാസ് നെറ്റ്വർക്ക് SBO. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഹവർ ഗ്ലാസ് നെറ്റ്വർക്ക് SBO. വീണ്ടും പറയുന്നു, ഹവർ ഗ്ലാസ് നെറ്റ്വർക്ക് SBO. ഇനി ഈ ചാപ്റ്റർ നമ്പർ 5 ഞാൻ പറയുന്ന ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ആ ഏരിയ നിങ്ങൾ ശരിക്കും പഠിക്കണം. ഇതിൽ കണ്ടോ, ഫസ്റ്റ് ഞാൻ പറയുന്ന മാത്രം മാർക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ 5 സ്റ്റെപ്പ് പറയുന്നില്ല. 5 സ്റ്റെപ്പ് ഇതിൽ നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത് സ്റ്റെപ്പ് നമ്പർ 3 ആണ്. സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 3 നിങ്ങൾ പഠിക്കണം. ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജി. സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ് ഏതൊക്കെയാണ്? ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുമ്പോൾ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ് ഏതൊക്കെയാണ്? ഇത് നിങ്ങൾ ശരിക്കും പഠിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. അതിലേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നോക്കി ഈ സാധനം, ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി. ഒരു കമ്പനി സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ഒരു കമ്പനി സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചാൽ പോരാ, ഉണ്ടാക്കിയ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ആ കമ്പനി ഡെവലപ്പിംഗ് ബജറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ഈ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് ആവും മുൻകൂട്ടി കാണണം. സെക്കൻഡ് വൺ, സ്റ്റാഫിംഗ്, സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടീസ്. സ്കില്ലുള്ള എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം? ഹയർ ചെയ്യണം. ആ കമ്പനിക്ക് ആവശ്യമായ പോളിസി പ്രൊസീജിയർ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നിന്ന് ബെസ്റ്റ് പോളിസി എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ആ കമ്പനിക്ക് ആവശ്യമായ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. അവിടെ മോട്ടിവേഷൻ, എംപ്ലോയീസിന് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യണം. നല്ലൊരു കൾച്ചർ പ്രൊവൈഡ് ചെയ്യണം. ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ ക്വസ്റ്റൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് എങ്ങനെ ക്വസ്റ്റൻ വരിക അറിയോ? ഏതൊക്കെയാണ് സ്ട്രാറ്റജി എക്സിക്യൂഷന്റെ സ്റ്റെപ്പ് ഏതൊക്കെയാണ്? സ്ട്രാറ്റജി എക്സിക്യൂഷന്റെ പ്രൊസീജിയർ ഏതൊക്കെയാണ്? ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? പോയിന്റ് നമ്പർ സ്റ്റേജസ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അണ്ടറിൽ
സ്റ്റെപ്പ് നമ്പർ 3യും സ്റ്റെപ്പ് നമ്പർ 4 മാത്രം പഠിച്ചാൽ മതി. സ്റ്റെപ്പ് നമ്പർ 3യും സ്റ്റെപ്പ് നമ്പർ 4 മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അവർ ചോദിക്കാം ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഇൻ സ്റ്റേറ്റ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ലിസ്റ്റ് ഔട്ട് ആണെങ്കിൽ ആ 5 പോയിന്റ് മാത്രം ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ പോയിന്റ് മാത്രം എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നിങ്ങൾ പഠിക്കുകയാണ്, ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് മാത്രം പഠിച്ചാൽ മതി. അവർ ചിലപ്പോൾ ചോദിക്കാൻ തരുമോ സ്ട്രാറ്റജി പ്ലാനിങ്ങും ഓപ്പറേഷൻ പ്ലാനിങ് തമ്മിൽ ഡിഫറൻസ് ചോദിക്കും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രാറ്റജി പ്ലാനിങ് ആൻഡ് ഓപ്പറേഷൻ പ്ലാനിങ്. മേ ബി അങ്ങനെ ആയിക്കാരം. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, ഈ സാധനം മാത്രം ചോദിക്കും. എന്താണ് സ്ട്രാറ്റജി പ്ലാനിങ്ങിന്റെ ക്യാരക്ടർ? ഫസ്റ്റ് വൺ എന്താ അറിയോ, അത് സ്റ്റേജ് മാനേജ്മെന്റ് ആണ് പ്ലാൻ ചെയ്യുക, അല്ലെ? ലോങ് ടേമുമായി ബന്ധമുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുക. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജിയുമായി ബന്ധമുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുക. ഹോളിസ്റ്റിക് വ്യൂ പ്രൊവൈഡ് ചെയ്യും സ്ട്രാറ്റജി പ്ലാനിങ്ങിൽ. ആ കമ്പനിയുടെ എൻവയോൺമെന്റൽ വേരിയബിൾസ് അല്ലെ അത് അസസ് ചെയ്യാൻ സഹായിക്കും. ആ കമ്പനിയെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കും. കമ്പനിയെ മാറ്റിമറിക്കാൻ സഹായിക്കും. ഇതൊക്കെയാണ് ഒരു കമ്പനിയുടെ സ്ട്രാറ്റജി പ്ലാനിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് ഇമേജ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇമേജ് ആണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി പ്ലാനിങ്. ഓക്കെ, ഇവിടെ നോക്ക്, സ്ട്രാറ്റജി ഫോർമുലേഷനും സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഈ ബി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അല്ലേ, ഇതാണ് ഐഡിയൽ. ഇതിൽ ഐഡിയൽ സിറ്റുവേഷൻ ആണെന്ത് ബി എന്ന് പറഞ്ഞ ഐഡിയൽ ആണെന്ത് ബി. ഓക്കെ ആണോ? സ്ട്രാറ്റജി ഫോർമുലേഷനും സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷനും രണ്ടും എന്താ, ഫോർമുലേഷൻ സൗണ്ട് ആണ്, ഇംപ്ലിമെന്റേഷൻ എക്സലന്റ് ആണ്. വിച്ച് മീൻസ് ഐഡിയൽ സിറ്റുവേഷൻ ആണെന്ത് ഓപ്ഷൻ ബി. അത് മാത്രം ഓർത്തു വെക്കുക. MCQ. ഓക്കെ, MCQ. And next very important topic, strategy formulation and strategic implementation തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ആണ്, ഇന്റലക്ച്വൽ റാഷണൽ പ്രോസസ് ആണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേഷൻ പ്രോസസ് ആണ്. ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ അത് എഫക്റ്റീവ്നെസ് ആയിട്ട് നയിക്കും, ഇംപ്ലിമെന്റേഷൻ എഫിഷ്യൻസിയിലൂടെ നയിക്കും, അല്ലെ? പിന്നെ ഫോർമുലേഷൻ എന്ത് വേണം? കോർഡിനേഷൻ അമംഗ് ഫ്യൂ ഇൻഡിവിജ്വൽ അറ്റ് ടോപ്പ് ലെവൽ. കുറച്ച് പേര്, ടോപ്പ് ലെവലിലെ കുറച്ച് പേര് കൂടിയിട്ടാണ് സ്ട്രാറ്റജി ഫോം ചെയ്യാം. ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും. ഇവിടെ മിഡിൽ ലെവലാണ് ലോ ലെവൽ. പിന്നെ പറയുന്നു സ്ട്രാറ്റജി ഫോം ചെയ്യാം മാക്സിമം എത്ര പോയിന്റ്, മീൻസ് ഫുൾ പഠിക്കണം. ഒരു 5 മാർക്കിനെ ക്വസ്റ്റൻ ആണെങ്കിൽ ഫുൾ പഠിക്കണം. ഓക്കെ, പിന്നെ സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റീവ്, ലോജിക്കൽ സ്കിൽ, കൺസെപ്റ്റൽ സ്കില്ലും ആണെന്ന് പറഞ്ഞ്. പിന്നെ ഫോർമുല ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കില്ല് മതി എന്ന് പറഞ്ഞു. പിന്നെ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷന് മുമ്പാണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമുലേഷനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പറയുന്നു ഇതൊരു ഓൺട്രപ്രണർഷിപ്പ് ആക്ടിവിറ്റീസ് ആണ്, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആണ്. ഓക്കെ, പിന്നെ പറയുന്നു ബിഫോർ ആക്ഷൻ. ഇംപ്ലിമെന്റ് ചെയ്തതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ ഫോം ചെയ്യേണ്ടത്. ഡ്യൂറിംഗ് ദ ആക്ഷൻ ആണ് ഇംപ്ലിമെന്റേഷൻ. പിന്നെ സ്ട്രാറ്റജി ഫോർമുലേഷൻ ഡെഫിനേഷൻ ആണ്, സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ഡെഫിനേഷൻ ആണ്. ഈ ചാപ്റ്ററിന് എത്ര മാർക്ക് ചോദിക്കുന്നു പറയാൻ പറ്റൂല. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ തോക്കും ചാപ്റ്റർ. ഓക്കെ ആണോ? ഒരിക്കലും സ്കിപ്പ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് തരുന്നത്. അത് നിങ്ങൾ കറക്റ്റ് പഠിക്കണം. ഓക്കെ, വെയിറ്റേജ് ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 10 to 15 വെയിറ്റേജാ. ബട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 20 മാർക്കിനെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചതൊക്കെ വേസ്റ്റ് ആവും. കാരണം അത്രയും ഈ കണ്ടന്റിലെ ചാപ്റ്റർ ആണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന ടോപ്പിക്സ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാവരും. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ദിസ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഫോർവേഡ് ലിങ്കേജ്, ബാക്ക്വേർഡ് ലിങ്കേജ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. പിന്നെ പറയുന്നുണ്ട് സ്ട്രാറ്റജിക് ചേഞ്ച്. 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ചേഞ്ച്, കണ്ടോ? ക്രിയേറ്റിംഗ് എ ഷെയർഡ് വിഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചേഞ്ച്. ഇതാണ് സ്ട്രാറ്റജിക് ചേഞ്ചിന്റെ 3 സ്റ്റെപ്സ്. ഓക്കെ, പിന്നെ കേർട്ട് ലിവിൻ എന്ന് പറഞ്ഞ സ്ട്രാറ്റജീസ്, പുള്ളിക്കാരുടെ അഭിപ്രായത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മാറ്റം വരുത്താം. എങ്ങനെയൊക്കെ? ഫസ്റ്റ് വൺ അൺഫ്രീസിംഗ് സിറ്റുവേഷൻ, പിന്നെ ചേഞ്ചിങ്, തേർഡ് വൺ റീഫ്രീസിംഗ്. പിന്നെ HC കെൽമാൻ എന്ന് പറഞ്ഞ പുതിയൊരു സ്ട്രാറ്റജീസ്, പുള്ളിക്കാരുടെ അഭിപ്രായത്തിൽ എന്താ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം, എംപ്ലോയീസിന്റെ സ്വഭാവം എങ്ങനെയൊക്കെ മാറ്റാം. ഇതാണ് നിങ്ങൾക്ക് MCQ. ഇതവർ MCQ ആയിട്ടും ചോദിക്കാറ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇതവർ MCQ ആയിട്ടും ചോദിക്കാറുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ ആണോ? കംപ്ലൈൻസ്, ഐഡന്റിഫിക്കേഷൻ, ഇന്റർണലൈസേഷൻ, ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ശരിക്കും മാർക്ക് ചെയ്തോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇതവർ കൂടുതലും MCQ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു ഏരിയ. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഏരിയക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. 5 ബെസ്റ്റ് പ്രാക്ടീസ് ഓർ പ്രിൻസിപ്പിൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ്. ഏതൊക്കെയാണ്? ബിഗിൻ അറ്റ് ടോപ്പ്, അല്ലെ? എൻഷുർ ദാറ്റ് ചേഞ്ച് ഈസ് ബോത്ത് നെസസറി ആൻഡ് ഡിസൈർഡ്. തേർഡ് വൺ റെഡ്യൂസ് ഡിസ്ട്രപ്ഷൻ. ഫോർത്ത് വൺ എൻകറേജ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കഗ്നൈസ് ദാറ്റ് ചേഞ്ച് ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ. ഈ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ഈ 3ാമത്തെ സ്റ്റെപ്പിനകത്ത് കൊടുത്ത ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് മാത്രം ചോദിക്കും 3 മാർക്കിന്. കാരണം പുതിയ ഏരിയ ആണ്.
ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഞാൻ പറയണത് മാർക്ക് ചെയ്ത മക്കളെ. മെക്കൻസി കണ്ട, മെക്കൻസിക്ക് ഹാർഡ് എസ് ഉണ്ട്, സോഫ്റ്റ് എസ് ഉണ്ട് അല്ലെ. ഹാർഡ് എസ് ഉണ്ട്, സോഫ്റ്റ് എസ്. ഹാർഡ് എസ് ഏതൊക്കെയാ? ഇത് സിമ്പിളാ. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, ഇതാണ് ഹാർഡ് എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഫ്റ്റ് ഏതൊക്കെയാ? 5 നോക്കി, വെറും 5 ആൽഫബറ്റ് വരുന്നതാണിത് സോഫ്റ്റ്. ചെറുത്, സ്റ്റൈല് ചെറുതാ, സ്റ്റാഫ് ചെറുത്, സ്കില്ല്. ഇത് MCQ ആയിട്ട് ചോദിക്കാം. ഹാർഡ് എസ് കൂട്ടത്തിൽ പെട്ടത് ഏതൊക്കെയാണ്? ഹാർഡ് എസ് അല്ലാത്ത ഏതൊക്കെയാണ്? സോഫ്റ്റ് എസ് അല്ലാതെ. അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഹെഡ് മാത്രം പഠിച്ചു നോക്കി. ഇനി അതിന്റെ ലിമിറ്റേഷൻ അല്ലെ, ഈ മെക്കൻസിന്റെ ലിമിറ്റേഷൻ പറയുന്നുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. സ്ട്രക്ചർ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതാ? SBU, നെറ്റ്വർക്ക്, പിന്നെ ഹവർ ഗ്ലാസ്, മെട്രിക്സ്. പിന്നെ നമ്മൾ ലീഡർഷിപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ. ലീഡർഷിപ്പിൽ എന്തൊക്കെ പറഞ്ഞു? ഈ സാധനം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പേജ് നമ്പർ 5.51. പേജ് നമ്പർ 5.51 കിട്ടിയോ? ഒന്ന് മാർക്ക് ചെയ്തോ, ഒന്ന് കമന്റ് ചെയ്യണേ, മാർക്ക് ചെയ്തോ. ഈ സാധനം 5.51 കൊടുത്ത 5 പോയിന്റ്. 5 പോയിന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. 5.51 കൊടുത്ത 5 പോയിന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഈ സാധനം ട്രാൻസാക്ഷനും ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് ഫോർമലൈസിലാണ് എന്ത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. കെരിസ്മ ആൻഡ് എന്തൂസിയാസം ആണ് എന്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് അവർ കേസ് സ്റ്റഡി ക്വസ്റ്റൻ ആയി കേട്ടോ. ചോദിക്കുകയാണെങ്കിൽ ഇത് കേസ് സ്റ്റഡി ക്വസ്റ്റൻ ആണ് ചോദിക്കുക. നെക്സ്റ്റ് വൺ, കൺട്രോൾ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഏരിയ. കൺട്രോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ സാധനം, പ്രോസസ് ഓഫ് കൺട്രോൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. വെരി 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 ഇമ്പോർട്ടന്റ്. പേജ് നമ്പർ 5.55, പേജ് നമ്പർ 5.55 പ്രോസസ് ഓഫ് എലമെന്റ് ഓഫ് കൺട്രോൾ ഈസ് വെരി, ഞാൻ മറ്റേത് പറഞ്ഞ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാ? കൺട്രോൾ ഇസ് എ മെക്കാനിസം. 3 മെക്കാനിസം ഫോർ മോണിറ്ററിംഗ് ആൻഡ് മെഷറിംഗ്, മെക്കാനിസം ഫോർ കമ്പയറിംഗ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്, മെക്കാനിസം ഫോർ ഫീഡ്ബാക്കിംഗ്. വെരി 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 ഇമ്പോർട്ടന്റ്. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ ആണോ? അവിടെ മാർക്ക് ചെയ്യുന്നില്ലേ? പ്രോസസ് ഓഫ് കൺട്രോൾ കഴിഞ്ഞു കുറച്ചുള്ളൂ. പ്രോസസ് ഓഫ് കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിലേറെ ഇമ്പോർട്ടൻസ് ഉള്ളത് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ ഏതൊക്കെയാണ്? പ്രിമൈസ് കൺട്രോൾ, സ്ട്രാറ്റജിക് സർവേലിയൻസ്, സ്പെഷ്യൽ അലർട്ട് കൺട്രോൾ ആൻഡ് ഇംപ്ലിമെന്റേഷൻ കൺട്രോൾ. ഇത് മാത്രം ചോദിക്കും. ടൈപ്സ് ഓഫ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനിയാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കേണ്ട ഏരിയ ഇതാണ്. സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ് സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ. അപ്പൊ നിങ്ങൾ നാളെ പഠിക്കാതിരിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്നത് ഒരു കമ്പനിന്റെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ മെഷർമെന്റ് ഉണ്ട്, കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ബേസ്ഡ് മെഷർ ചെയ്യാം, മാർക്കറ്റ് നോക്കി മെഷർ ചെയ്യാം, എംപ്ലോയി നോക്കി മെഷർ ചെയ്യാം, ഇന്നോവേഷൻ നോക്കാം, എൻഗേജ്മെന്റ് നോക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതേപോലെ തന്നെ അങ്ങനെ സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ ഇമ്പോർട്ടൻസ്, കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് കൊടുക്കും, ഗോൾ അലൈൻമെന്റ്, റിസോഴ്സ് പ്രോപ്പർ റിസോഴ്സ് അലക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ്മെന്റ് കിട്ടും, എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി. അതേപോലെ തന്നെ മുകളിൽ കൊടുത്ത സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ഈ താഴെ പറഞ്ഞ ഫാക്ടേഴ്സ് നമ്മൾ പരിഗണിച്ചിട്ട് വേണം. ഏതൊക്കെ? റെലവെന്റ് ആയത്, അവൈലബിലിറ്റി ഉള്ളത്, ക്വാളിറ്റി ഉള്ളത്, അതുപോലെ ടൈംലിനെസ്, കറക്റ്റ് ടൈമിൽ. ഈ 4 ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റജി പെർഫോമൻസ് മെഷറേ ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കിട്ടിയടാ? പറയടാ, കമന്റ് ചെയ്യടാ. ഈ ചാപ്റ്റർ ഇപ്പൊ ഓക്കെ ആണല്ലോ? കിട്ടിയില്ലേ? ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ഒക്കെ കിട്ടിയില്ലേ? ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് ഇനി വേറെ സാധനം കാണിച്ചു തരാം. അവിടെ ഞാൻ വെച്ച് കണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? ഇത് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? ABC അനാലിസിസ് ഫോർ ചാപ്റ്റർ നമ്പർ 5 വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. ഇതാണ് എ കാറ്റഗറി. കണ്ടോ? സ്ട്രക്ചർ, നെറ്റ്വർക്ക്, ഹവർ ഗ്ലാസ്, SBU, മെട്രിക്സ്. കൺട്രോൾ, പ്രോസസ് ഓഫ് കൺട്രോൾസിന് എലമെന്റ്. ചേഞ്ച്, ലീഡർഷിപ്പ് ആണെങ്കിൽ 5 ലീഡർഷിപ്പ് റോൾ
ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്റ്റേജ് ആണെങ്കിൽ അതിൽ 4 സ്റ്റേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. തേർഡ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ. ഇതാണ് എ കാറ്റഗറി. സ്ക്രീൻഷോട്ട് എടുത്തോ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇതാണ് ബി കാറ്റഗറി. എന്താ? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ബ്രാക്കറ്റ് കൊടുത്തുണ്ടോ? 5 പോളിസി ഉണ്ട്, 5 പ്രാക്ടീസ് ഓർ 5 പോളിസി ഓർ പ്രൊസീജിയർ ഫോർ സ്മോൾ ആൻഡ് മീഡിയം ടൈം ഓർഗനൈസേഷൻ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി പ്ലാനിങ്. കണ്ടോ? ഫോർവേഡ് ലിങ്കേജ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ്. പിന്നെ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ മെട്രിക്സ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് മെട്രിക്സ്. ലാസ്റ്റ് വൺ മെക്കൻസി 7S മോഡൽ. പിന്നെ സി നിങ്ങൾ നോക്കണ്ട, ഇപ്പൊ നോക്കിയ വെറുതെയാണ്, ചോദിക്കാൻ ചാൻസ് കുറവാണ്. എയും ബി നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും നോക്കാം. ഓക്കെ, ഇനി ചാപ്റ്റർ നമ്പർ 1 എടുത്തേ. ചാപ്റ്റർ 1 ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ നമ്പർ 1 ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എടുക്കടാ, 1 എടുത്ത് ചാപ്റ്റർ നമ്പർ 1 എടുത്തേ. 5 ഓക്കെ അല്ലേടാ? 5 ഓക്കെ അല്ലേ? 5 ഓക്കെ അല്ലേ? 5 ഒക്കെ ഒരു സ്മാർട്ട് വർക്കിൽ പഠിച്ചാൽ മതിയായിരുന്നു. ഓരോ ദിവസം കുറച്ച് ഇങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ചാപ്റ്റർ നമ്പർ 1-നകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊആക്റ്റീവ് ആണ്, സ്ട്രാറ്റജീസ് പാർട്ട്ലി റിയാക്റ്റീവ്. വെരി 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 ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ട് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി? CMP ആൻഡ് FP. നോക്കേ, CMP ആൻഡ് FP. CMP മീൻസ് കമ്പനീസ് മാർക്കറ്റ് പൊസിഷൻ, FP മീൻസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ്. ഇതാണ് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി. റിയാക്റ്റീവ് മീൻസ് ഞാൻ ഷോർട്ട് കട്ട് UD ആൻഡ് FMC. UD ആൻഡ് FMC എന്താ? UD മീൻസ് അൺആന്റിസിപ്പേറ്റഡ് ഡെവലപ്മെന്റ്, FMC ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻ. ആൻഡ് ദിസ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ പറയുന്നത് എന്താ? പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്ലാൻഡ് സ്ട്രാറ്റജി. പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് സ്ട്രാറ്റജി ആണ്. റിയാക്റ്റീവ് സ്ട്രാറ്റജി ഇസ് ആൻ അഡാപ്റ്റീവ് സ്ട്രാറ്റജി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. MCQ. പിന്നെ പറയാനുള്ളത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷനാണ്. നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ലിമിറ്റേഷൻ ആണ്. ലിമിറ്റേഷൻ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. Environment is highly complex and turbulent. Strategic management is a time-consuming process. Strategic management is costly process. പിന്നെ it's very difficult to estimate competitors' response. It's very important. ഇതാണ് അവർ ചോദിക്കുക. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ലിമിറ്റേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, ലിമിറ്റേഷൻ പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് മക്കളെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഏതൊക്കെ? ഡിഫൈൻ ഗോൾസ്, മിഷൻ അച്ചീവ് ചെയ്യാൻ സഹായിക്കും. കോർ കോമ്പറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ പ്രൊആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ് ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. മേജർ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് തീരുമാനം എടുക്കാൻ സഹായിക്കും. കമ്പനിയെ ഭാവിയിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. ഇറ്റ് സെർവ് ആസ് എ കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം ഇൻ കേസ് മിസ്റ്റേക്സ് ആൻഡ് പിറ്റ്ഫോൾ. കമ്പനി എക്സ്റ്റെൻഡ് അല്ല, ലോങ് മീൻസ് എക്സ്റ്റെൻഡ് ഓഫ് കമ്പനി ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇതാണ് ഇമ്പോർട്ടൻസ്. ഇതൊന്ന് വായിച്ച് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസിന് അഡ്വാൻറ്റേജിനെക്കാളും ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, പിന്നെ നമുക്ക് സ്ട്രാറ്റജിക് ഇന്റന്റ് പഠിക്കാണ്ട്. ഇന്റന്റിനകത്ത് കണ്ടോ, ഒന്നെങ്കിലും അവർ ബ്രീഫ് ആയിട്ട് ഇന്റൻസ് ഏതൊക്കെ ചോദിക്കും. അതൊക്കെ വിഷന്, മിഷന്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, പിന്നെ വാല്യൂ ഓർ വാല്യൂ സിസ്റ്റം. അല്ലെങ്കിൽ അവർ ചോദിക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ വിഷൻ ആൻഡ് മിഷൻ, അങ്ങനെ ചോദിക്കും. ഓക്കെ, ഈ സാധനം ഇത് എന്താണ് പഠിക്കണം? എസെൻഷ്യൽ ഓഫ് വിഷൻ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. VIP എസെൻഷ്യൽസ് ഓഫ് സ്ട്രാറ്റജിക് വിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ പഠിക്കേണ്ടത് വൈ ഷുഡ് ആൻ ഓർഗനൈസേഷൻ ഹാവിംഗ് എ മിഷൻ, ഇതും ഇമ്പോർട്ടന്റ്. ഇതും VIP ക്വസ്റ്റ്യൻ, ഇതും അവർ എക്സാമിന് ചോദിക്കും. വൈ ഷുഡ് ആൻ ഓർഗനൈസേഷൻ ഹാവിംഗ് എ മിഷൻ സ്റ്റേറ്റ്മെന്റ്. മാർക്ക് ചെയ്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇവിടെ ഒരു MCQ ഉണ്ട്. കണ്ടോ, MCQ ഗോൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇതാണ് MCQ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇതാണ് മാർക്ക് ചെയ്തോ. ഗോൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ്. MCQ. പിന്നെ ഇവിടെ ഒബ്ജക്റ്റീവ്സിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. കണ്ടോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതിലേറെ ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് കുറെ മുമ്പ് കുറെ കാലമായി ചോദിച്ചിട്ട് പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മേ ബി ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ഒരു ചെറിയ ടഫ് ആണെങ്കിൽ ചിലപ്പോൾ FM ആൻഡ് SM സിമ്പിൾ ആയിക്കാരം. ഓക്കെ, അപ്പൊ ഇത് നന്നാക്കി ഒരു ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺക്രീറ്റ് ആണ്, സ്പെസിഫിക് ആണ്, ടൈം ഫ്രെയിം ഉണ്ട്, മെഷറബിൾ ആണ്, കൺട്രോളബിൾ ആണ്, ചലഞ്ചിങ് ഉണ്ട്, അല്ലേ? പിന്നെ കോറിലേറ്റ് ആണ്. പിന്നെ മിഷനും പർപ്പസും അച്ചീവ് ചെയ്യാൻ സഹായിക്കും. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ സഹായിക്കും. സ്ട്രാറ്റജി പെർഫോമൻസ് അപ്രൈസലും സഹായിക്കും. ഇതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കാം, ഇതൊരു കമ്പനി ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 7 ഏരിയയിൽ നോക്ക്. 3P
2E CT 3P ഏതൊക്കെയാ പ്രൊഫിറ്റബിലിറ്റി പ്രൊഡക്ടിവിറ്റി ആൻഡ് പബ്ലിക് റെസ്പോൺസിബിലിറ്റി 2E ഏതൊക്കെയാ എംപ്ലോയി ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയി റിലേഷൻ CT മീൻസ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് ടെക്നോളജിക്കൽ ലീഡർഷിപ്പ് ഓക്കെ ആണോ ഇതും കുറെ മുമ്പ് ചോദിച്ചതാ ഇതും കുറെ മുമ്പ് എന്താ ചോദിച്ച ക്വസ്റ്റൻ ഓക്കെ വെരി ഇമ്പോർട്ടന്റ് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് 3 ലെവലിലെ കോർപ്പറേറ്റ് ബിസിനസ് ഫംഗ്ഷൻ അത് നിങ്ങൾ പഠിക്കേണ്ടത് കോർപ്പറേറ്റ് ലെവലിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യുക ടെക്സ്റ്റിന്റെ ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റിന്റെ ബാക്കിൽ ഇതാ ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ ദ റോൾ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ സിഇഒ മീൻസ് ടോപ്പ് ലെവൽ അല്ലേ ആ സിഇഒന്റെ റോൾ മീൻസ് ടോപ്പ് ലെവലിന്റെ റോൾ എന്തൊക്കെയാണ് ഇതാണ് നിങ്ങൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് സിഇഒന്റെ റോൾ എന്തൊക്കെയാണ് ആ കമ്പനി മൊത്തമായിട്ട് ഓവർസീ ചെയ്യുക ആ കമ്പനിക്ക് ആവശ്യമായ മിഷനും ഗോളും ഡിഫൈൻ ചെയ്യുക ആ കമ്പനി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിക്കാം റിസോഴ്സ് പ്രോപ്പറായിട്ട് അലക്കേറ്റ് ചെയ്യുക സ്ട്രാറ്റജി ഫോം ചെയ്യുക സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുക ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക പിന്നെ പറയാണ് മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക ഡൈവെസ്റ്റ്മെന്റ് അക്വിഷൻ പോലുള്ള പ്ലാൻ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഓക്കെ ഇതിലേറെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്രാവശ്യം ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ സാധനം നെറ്റ്വർക്കിംഗ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 3 ലെവൽ ഏതൊക്കെയാ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇത് പുതിയ ടോപ്പിക്കാണ് ഇപ്രാവശ്യം ആദ്യ ടോപ്പിക്കാണ് ഇപ്രാവശ്യത്തെ RTP കാത്തി ക്വസ്റ്റൻ ഉണ്ട് ഏതൊക്കെയാ ഫംഗ്ഷൻ ആൻഡ് ഡിവിഷൻ റിലേഷൻഷിപ്പ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് മെട്രിക്സ് റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഒരിക്കലും എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നെറ്റ്വർക്കിംഗ് റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് പിന്നെ കോർപ്പറേറ്റ് ലെവലിന്റെ സിഇഒന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും പിന്നെ എസെൻഷ്യൽസ് ഓഫ് വിഷൻ നോക്കണം പിന്നെ വൈ ഷുഡ് ആൻ ഓർഗനൈസേഷൻ ഹാവിംഗ് എ മിഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കണം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നോക്കണം പിന്നെ നോക്കണം ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നോക്കണം പിന്നെ പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആണോ പാർട്ട്ലി റിയാക്റ്റീവ് നിങ്ങൾ നോക്കണം ഇത്രയേറെ നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കണേ ഇതാണ് ഇത്രയേറെ സ്ട്രെസ് കൊടുത്ത് പഠിക്കണേ ഓക്കെ നെറ്റ്വർക്കിംഗ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 3 ലെവൽ പിന്നെ സിഇഒയുടെ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണ് വിഷന്റെ എസെൻഷ്യൽ എലമെന്റുകൾ ഏതൊക്കെയാണ് വൈ ഷുഡ് ആൻ ഓർഗനൈസേഷൻ ഹാവിംഗ് എ മിഷൻ സ്റ്റേറ്റ്മെന്റ് പിന്നെ ഒബ്ജക്റ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊവാക്റ്റീവ് ആണ് പാർട്ട്ലി റിയാക്റ്റീവ് കിട്ടിയോ കമന്റ് കിട്ടിയോ പിന്നെ നിങ്ങൾ MCക്ക് നോക്കേണ്ടത് പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജീസ് പ്ലാൻഡ് സ്ട്രാറ്റജി റിയാക്റ്റീവ് സ്ട്രാറ്റജീസ് അഡാപ്റ്റീവ് സ്ട്രാറ്റജി പിന്നെ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓപ്പണിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഒന്ന് ക്ലോസിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം MCക്ക് നോക്കണം ഓക്കെ ഇത്രയും പേരും കിട്ടിയില്ലേ ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിയില്ലേ സിമ്പിൾ അല്ലേ പറടാ ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിയില്ലേ സിമ്പിൾ അല്ലേ കമന്റ് ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചാൽ മതി ഓക്കെ ഇനി സെക്കൻഡ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ നോക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്റർ ഞാൻ ABC ക്രിയേറ്റ് ചെയ്ത് തരാം സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റർ അല്ലേ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് പേജ് നമ്പർ 2.1 കണ്ടോ 2.19 വൈ ഡു ബിസിനസ് ഗോ ഫോർ ഗ്ലോബൽ ഒരു ബിസിനസ് എന്തിനാണ് പുറത്തോട്ട് പോണത് വൈ ഡു ദ ബിസിനസ് ഗോ ഫോർ ഗ്ലോബൽ കിട്ടിയോ 2.19 വൈ ഡു ദ ബിസിനസ് ഗോ ഫോർ ഗ്ലോബൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇത് അവർ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയാണ് പിന്നെ ഇതും ഇന്റർനാഷണൽ എൻവയോൺമെന്റ് ഏതൊക്കെ ഉണ്ട് 3 മൾട്ടി നാഷണൽ എൻവയോൺമെന്റ് അനാലിസിസ് റീജിയണൽ എൻവയോൺമെന്റ് അനാലിസിസ് കൺട്രി എൻവയോൺമെന്റ് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഈ 3 ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ നോക്കണം ഓക്കെ പിന്നെ നോക്കേണ്ടത് PLC എങ്ങനെ വേണം ചോദിക്കാം MCക്ക് ചോദിക്കാം ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കാം PLC ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് അല്ല PLC അറിയില്ല ഒരു കമ്പനിക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട് ഗ്രോത്ത് ഉണ്ട് മെച്യൂരിറ്റി ഉണ്ട് ഡിക്ലൈൻ ഉണ്ട് ഓക്കെ
അതേപോലെ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് വാല്യൂ ചെയിൻ. വാല്യൂ ചെയിൻ ഇസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വാല്യൂ ചെയിനിന്റെ പ്രൈമറി ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയാണ്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്, അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ആൻഡ് സർവീസ്. അതുപോലെ ഇൻബൗണ്ട് അതിന് പ്രൈമറിനെ സപ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡറി ഏതൊക്കെയാണ്? പ്രൊക്യൂർമെന്റ്, IT, ടെക്നോളജി, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത് നിങ്ങൾ ശരിക്കും നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞത് എന്താ? വൈ ഡു കമ്പനി ഗോ ഫോർ ഗ്ലോബൽ? കമ്പനി ഗോ ഫോർ ഗ്ലോബൽ ഫസ്റ്റ് പഠിക്കുക. സെക്കൻഡ് നിങ്ങൾ പഠിക്കേണ്ടത് ഇന്റർനാഷണൽ എൻവയോൺമെന്റ് അല്ല ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ അനാലിസിസ്. തേർഡ് നിങ്ങൾ പഠിക്കേണ്ടത് PLC ഫുള്ള് പഠിക്കണം. പിന്നെ വാല്യൂ ചെയിൻ, VC മീൻസ് വാല്യൂ ചെയിൻ. വാല്യൂ ചെയിൻ്റെ പ്രൈമറി ആക്ടിവിറ്റീസ് നോക്കണം, അതിന്റെ സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും നോക്കണം. ഓക്കെ, പ്രൈമറി നോക്കണം, സപ്പോർട്ടിങ് നോക്കണം. ഓക്കെ, പിന്നെയാണ് ഈ ചാപ്റ്ററിലെ മൈക്കിൾ പോർട്ടേഴ്സിന്റെ 5 ഫോഴ്സ് മോഡൽ വരുന്നത്. മൈക്കിൾ പോർട്ടേഴ്സിന്റെ 5 ഫോഴ്സ് മോഡൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് റൈവൽറി ഇല്ലേ, റൈവൽറി ആണ് പഠിക്കേണ്ടത്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു 10 മാർക്ക്, ഒരു 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ഒരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കും. ഓക്കെ, 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അവർ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ 4 മാർക്കിന്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഡിസ്ക്രിപ്റ്റീവ്, 2 മാർക്കിന് MCQ ഉണ്ടാവും. ഓക്കെ ആണോ? കിട്ടിയോ? അപ്പൊ മൊത്തത്തിൽ ഈ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. 12 മാർക്ക്. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 50 അല്ല 60 മാർക്കിനുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ടാവും, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്, 60 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് റൈവൽറി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റൈവൽറിന്റെ അണ്ടറിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നില്ല, അത് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പഠിക്കേണ്ടത് ബാരിയസ് ടു എൻട്രി ഇല്ലേ, ബാരിയസ് ടു എൻട്രി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റൈവൽറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാരിയസ് ടു എൻട്രി ഈ സാധനം നന്നായി നോക്കിക്കോട്ടോ. ബാരിയസ് ടു എൻട്രി ഏതൊക്കെയാ? ക്യാപിറ്റൽ റിക്വയർമെന്റ്, സ്വിച്ചിങ് കോസ്റ്റ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ആക്സസ് ടു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, പിന്നെ പോസിബിലിറ്റി ഓഫ് അഗ്രസീവ് റിറ്റൈലേഷൻ, പിന്നെ ബ്രാൻഡ് ലോയൽറ്റി, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സപ്ലൈസ് ബാർഗെയിൻ ചെയ്യും, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസ്. ഇത് മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ബയേഴ്സ് നിങ്ങൾ നോക്കി വെക്കുക, അങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറില്ല. ഓക്കെ, റൈവൽറി, ബാരിയസ് ടു എൻട്രി ആൻഡ് സപ്ലൈസ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് സപ്ലൈസ് ബാർഗെയിൻ ചെയ്യാറ്? നിങ്ങൾ ആലോചിച്ചോക്കെ. ക്രൂഷ്യൽ ടു ദി ബയേഴ്സ് അല്ലെ, they are more considered than their buyers. പിന്നെ പറയുന്നത് സബ്സിഡി ആർ നോട്ട് അവൈലബിൾ അല്ലെ, they can have high switching cost. ഇതാണ് പോയിന്റ്. ഇത് കിട്ടിയ നിങ്ങൾ പാസ്സാവും. ഓക്കെ, ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും നോക്കേണ്ടത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ മൂന്നെണ്ണം. ഓക്കെ, ഇതാണ് മൈക്കിൾ പോർട്ടേഴ്സിന്റെ 5 ഫോഴ്സ് മോഡലിനകത്ത് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് എക്സ്പീരിയൻസ് കർവ്. ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പീരിയൻസ് കർവ് നിങ്ങൾ ശരിക്കും ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എക്സ്പീരിയൻസ് കർവ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരിക. ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. എക്സ്പീരിയൻസ് കർവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കേണ്ടത് മക്കളെ ഫസ്റ്റ് ഇത് പഠിക്കണേ, ഞാൻ പറയാൻ മറന്നു. ഫസ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കാൻ അറിയോ? ഫസ്റ്റ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. കസ്റ്റമർ ബിഹേവിയർ എന്ന ടോപ്പിക് ഉണ്ട്. നിങ്ങൾ ഉണ്ടോ കസ്റ്റമർ ബിഹേവിയർ? ഉണ്ടോ? കസ്റ്റമർ ബിഹേവിയർ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ട്. പഠിച്ചിട്ടില്ലേ കസ്റ്റമർ ബിഹേവിയർ? പേജ് നമ്പർ 2.40. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ അറ്റംപ്റ്റ് പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ്, അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതൊക്കെ ഒരു കസ്റ്റമറുടെ ബിഹേവിയർ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യാം? എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അല്ലെ, ലൈക്ക് അഡ്വർടൈസ്മെന്റ്, റെക്കമെൻഡേഷൻ, അല്ലെങ്കിലോ ഇന്റേണൽ ഇൻഫ്ലുവൻസ് എഫക്ട് ചെയ്യും, അല്ലെങ്കിലോ പിന്നെ പറഞ്ഞ ഇല്ല, നമുക്ക് ഇനി റിവിഷൻ ആവശ്യമില്ല. ഞാൻ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ഞാൻ മാർക്ക് ചെയ്തു, അത് നിങ്ങൾ എന്ത് ചെയ്യാം, അത് അതുപോലെ പഠിച്ചാൽ മതി. ഇനി റിവിഷൻ ടൈമില്ല, റിവിഷൻ കേട്ടിരിക്കരുത്, കാരണം അതിന് ടൈമില്ല. ഇമ്പോർട്ടൻസ് ടോപ്പിക് ഞാൻ പറഞ്ഞില്ലേ, ആ ഇമ്പോർട്ടൻസ് ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ പഠിക്കുക. ഓക്കെ, ഇനി ഈ കസ്റ്റമർ ബിഹേവിയറിന് അണ്ടറിൽ വരുന്ന ഈ സാധനം കണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിംഗ് ഇത് മാത്രം മേ ബി അവർ എന്ത് ചെയ്യും, 3 മാർക്കിന് മേ ബി ചോദിക്കും. ഓക്കെ, 3 മാർക്കിന് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
ഡിസിഷൻ മേക്കിംഗ് മാത്രം. ഓക്കെ. പിന്നെ ഫോർത്ത് വൺ പോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. കസ്റ്റമർ ബിഹേവിയർ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കസ്റ്റമർ ബിഹേവിയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും കമന്റ് ചെയ്യടാ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കസ്റ്റമർ ഇതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാലേ കസ്റ്റമർ ബിഹേവിയർ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അതാ കാരണം കസ്റ്റമർ ബിഹേവിയർ അതാ പറഞ്ഞത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തിയ കുട്ടികളുണ്ടെങ്കിൽ അറ്റംപ്റ്റ് മാറുമ്പോൾ, എക്സാം മാറുമ്പോൾ ഇമ്പോർട്ടൻസ് ആയ കുറെ കാരണം. ഞാൻ ഫിഫ്ത് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞു എന്താ, സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ പറഞ്ഞില്ലേ. സ്ട്രാറ്റജി പെർഫോമൻസ് മെഷർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഒന്നാണ് ഇത് കസ്റ്റമർ ബിഹേവിയർ. കാരണം ഇത് പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാ. ഇൻസ്റ്റിറ്റ്യൂട്ട് സിലബസ് മാറ്റിയ അറ്റംപ്റ്റുകളിൽ പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാ പറയുന്നത് നന്നാക്കി ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നാളെ ഒരു 10 മിനിറ്റ് അത് പഠിക്കാം. ഒരു കസ്റ്റമറുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയൊക്കെ? എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ലൈക്ക് അഡ്വർടൈസ്മെന്റ്. ഇന്റേണൽ ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമല്ല. അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും എന്താ പഠിക്കണം. പിന്നെ പഠിക്കണം എന്നാണ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. എന്താ അതിന്റെ സ്റ്റെപ്സ് എന്താ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. ആ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് വളരെ സിമ്പിൾ ആണ്, ബട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റൻ എന്താ? ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റർ, അണ്ടർസ്റ്റാൻഡിംഗ് ദ കോമ്പറ്റീറ്റർ ആൻഡ് ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് കോമ്പറ്റീറ്റർ. സി ഇതൊക്കെ പഠിക്കണേ, ഉള്ളത്തെ പഠിക്കണേ. ഡിറ്റർമിൻ ദ വീക്ക്നെസ് ഓഫ് കോമ്പറ്റീറ്റർ ആൻഡ് പുട്ട് ഓൾ ഇൻഫർമേഷൻ ടുഗദർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വളരെ സിമ്പിൾ ആണ്, ബട്ട് വളരെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. വളരെ സിമ്പിൾ ആണ്, വളരെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് ഇമ്പോർട്ടൻസ് ടോപ്പിക്സ്. കിട്ടിയില്ലേ? ഒന്ന് ബ്രീഫ് ആയി തരാം. ഫസ്റ്റ് ഞാൻ നമ്മൾ പറഞ്ഞത് വൈ ഡു ദ കമ്പനി ഗോ ഫോർ ഗ്ലോബൽ, ഫസ്റ്റ് പഠിക്കുക. പിന്നെ ഇന്റർനാഷണൽ എൻവയോൺമെന്റ് 3 പഠിക്കുക. PLC പഠിക്കുക. വാല്യൂഷന്റെ പ്രൈമറി ആക്ടിവിറ്റി പഠിക്കുക. സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് പഠിക്കുക. മൈക്കൽ പോർട്ടേഴ്സിന്റെ 5 ഫോഴ്സ് മോഡൽ ഫസ്റ്റ് പഠിക്കുക. റൈവലറി പഠിക്കുക. പിന്നെ ബാരിയസ് ടു എൻട്രി പഠിക്കുക. ബാർഗനിങ് പവർ ഓഫ് സപ്ലൈസ് പഠിക്കുക. പിന്നെ എക്സ്പീരിയൻസ് കർവ് പഠിക്കുക. കസ്റ്റമർ ബിഹേവിയർ പഠിക്കുക. കോമ്പറ്റീവ് ലാൻഡ്സ്കേപ്പ് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനോ ഇതിന്റെ ഫസ്റ്റ് ഏരിയ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് പഠിക്കാണ്ടോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് പഠിക്കാനല്ലേ? ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട് അല്ലേ? അതിൽ ഇന്റേണലിന്റെ മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. അവിടെ അപ്പൊ ഒരു മാക്രോ പറ്റി പറയുന്നുണ്ട്. മാക്രോ നിങ്ങളൊന്ന് ശരിക്കും വായിച്ചു വെക്കാം. ഡെമോഗ്രാഫിക് പറയുന്നുണ്ട്, പിന്നെ സോഷ്യോ കൾച്ചറൽ പറയുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട് എന്താ, എക്കണോമിക് പറയുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ പറയുന്നുണ്ട്, ടെക്നോളജി പറയുന്നുണ്ട്. ഒരു MCQ നോക്കട്ടെ. MCQ ടെക്നോളജീസ് ആൻഡ് ബിസിനസ് ആർ ലിങ്ക്ഡ് ആൻഡ് ഇന്റർഡിപെൻഡന്റ്. MCQ ഓപ്ഷൻ എ ലിങ്ക്ഡ് ആണ്, ഇന്റർഡിപെൻഡന്റ്. ഓപ്ഷൻ ബി ഇന്റർലിങ്ക്ഡ് ആണ്, ഇന്റർഡിപെൻഡന്റ്. ഓപ്ഷൻ സി ഇന്റർലിങ്ക്ഡ് ആണ്, ഡിപെൻഡന്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ടെക്നോളജിയും ബിസിനസ് എന്താണ്? ലിങ്ക്ഡും ആണ്, എന്താണ്, ഇന്റർഡിപെൻഡന്റും ആണ്. കിട്ടിയോടാ? മാർക്ക് ചെയ്തോ. ഇനി മറ്റൊരു MCQ ആണ്. സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിഹേവിയർ ആൻഡ് ബിലീഫ് സിസ്റ്റം ഓഫ് പോപ്പുലേഷൻ. ഓക്കെ. ഇനി ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. കീവേഡ് ആണ് MCQ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, പഠിക്കും. പിന്നെ പെസ്റ്റിൽ അറിയാലോ. പെസ്റ്റിൽ എന്താ? പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജി, ലീഗൽ. വളരെ സിമ്പിൾ ഏരിയ ചോദിക്കാൻ ഞാൻ സോർവ. ഇത് നോക്കണേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബൽ കമ്പനി. ഇതും കൂടി നോക്കണേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബൽ കമ്പനി. ഇത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ഇത്ര ഏരിയ നിങ്ങൾ ശരിക്കും നോക്കിയാൽ മതി. ഞാൻ ഈ മാർക്ക് ചെയ്ത ഏരിയാസ് ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഫസ്റ്റ്, വൈ ഡു ദ കമ്പനി ഗോ ഫോർ ഗ്ലോബൽ, ഇന്റർനാഷണൽ എൻവയോൺമെന്റ് അനാലിസിസ്, PLC, അതുപോലെ തന്നെ വാല്യൂ ചെയിന്, അതിന്റെ പ്രൈമറി ആൻഡ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ്, അതേപോലെ അതിന്റെ റൈവൽറി, അതുപോലെ തന്നെ ബാരിയസ് ടു എൻട്രി, സപ്ലൈസിന്റെ ബാർഗനിങ് പവർ, എക്സ്പീരിയൻസ് കർവ്, കസ്റ്റമർ ബിഹേവിയർ ആൻഡ് കോമ്പറ്റീവ് ലാൻഡ്സ്കേപ്പ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. ഇനി ചാപ്റ്റർ നമ്പർ 3 എടുത്തരാം. ചാപ്റ്റർ നമ്പർ 3 എടുക്കുക. 3. സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ അല്ലേ? പറടാ. സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ഇമ്പോർട്ടൻസ് ഏരിയ കിട്ടിയില്ലേ? സെക്കൻഡ് ചാപ്റ്റർ ഇമ്പോർട്ടൻസ് ഏരിയ എല്ലാവരും കിട്ടിയില്ലേ? ഓക്കെ. ഇനി തേർഡ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു തരുന്ന ഓർഡറിൽ വെച്ച് പോയാൽ മതി. ഓക്കെ. തേർഡ് ചാപ്റ്റർ നിങ്ങളിവിടെ നോട്ട് ചെയ്തിട്ടോ. ഓക്കെ.
ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് മൈക്കിൾ പോർട്ടേഴ്സിന്റെ സ്ട്രാറ്റജികൾ പറയുന്നുണ്ട്. സ്ട്രാറ്റജികൾ നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? അവരുടെ കേസ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ക്വസ്റ്റിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മൈക്കിൾ പോർട്ടേഴ്സിന്റെ സ്ട്രാറ്റജി. ഏതൊക്കെയുണ്ട്? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഉണ്ട്, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഉണ്ട്, പിന്നെ ഫോക്കസ് സ്ട്രാറ്റജി ഉണ്ട് അല്ലേ? ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഏറ്റവും കൂടുതൽ അവർ ചോദിക്കുക ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിന്റെ എന്തൊക്കെ പഠിക്കണം? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിന്റെ അച്ചീവിംഗ് പറയുന്നുണ്ട്. അച്ചീവിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിന്റെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിന്റെ ബേസിസ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് പഠിക്കാം. പിന്നെ നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ടത് ഫോക്കസ് സ്ട്രാറ്റജിന്റെ അണ്ടറിൽ വരുന്ന ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഡിഫറൻസിയേഷൻ ആണോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ ക്വസ്റ്റ്യനകത്ത് ഞാൻ ഈ പറഞ്ഞ കീവേഡ്സ് ഉണ്ടെന്ന് നോക്കണം അല്ലെ? പ്രീമിയം എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ അത് അദ്ദേഹം ഡിഫറൻസിയേഷൻ ഏകരം. ഇന്നോവേഷൻ എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഡിഫറൻസിയേഷൻ ഏകരം. ഓക്കെ, അല്ലെങ്കിൽ ഹൈ പ്രൈസ് എന്താണ്? ഡിഫറൻസിയേഷൻ ഏകരം. അല്ലെങ്കിലോ യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസിയേഷൻ ഏകരം. പ്രീമിയം, ഇന്നോവേഷൻ, ഹൈ പ്രൈസ്, യുണീക്ക് ഫീച്ചർ ഇങ്ങനത്തെ വാക്കുണ്ടെങ്കിൽ അതെന്തേകരം? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ആയിരിക്കും. ഓക്കെ ആണോ? ഇത് പറയാണ് ഫോക്കസ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സാറേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ വരുന്നുണ്ട്. അതെന്തേകരം? ഫോക്കസ് ഡിഫറൻസിയേഷൻ ഏകരം അല്ലെ? ഈ മറ്റേ ഒരു ചാർട്ടഡ് ഫ്ലൈറ്റ് ഇല്ലേ? ചാർട്ടഡ് ഫ്ലൈറ്റിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റിനകത്ത്. ഓക്കെ, പിന്നെ പറയുന്നത് ഫോക്കസ് മീൻസ് ടാർഗറ്റ് അല്ലെ? പിന്നെ പറയുന്നത് ക്വസ്റ്റ്യനകത്ത് ടാർഗറ്റ് മാർക്കറ്റ് ടാർഗറ്റ് ആണ്. ടാർഗറ്റ് മാർക്കറ്റ് ആണോ? അല്ലെങ്കിലോ നാരോ മാർക്കറ്റ് ആണ്, അല്ലെങ്കിലോ നീഷ് മാർക്കറ്റ് ആണ്, അല്ലെങ്കിലോ സ്മാൾ മാർക്കറ്റ്, ഇങ്ങനെ എന്തെങ്കിലും കണ്ടതിനർത്ഥം എന്താണ്? അത് ഫോക്കസ് സ്ട്രാറ്റജി ആണ്. ഓക്കെ, അപ്പോ ലക്ഷറി ഈ മാർക്കറ്റ് ടാർഗറ്റ് ആണ്, അതിനകത്ത് പ്രീമിയം പ്രൈസ്. ഓക്കെ, ടാർഗറ്റ് മാർക്കറ്റിൽ പ്രീമിയം പ്രൈസ്. ഇതാണ് എന്ത്? ഫോക്കസ് ഡിഫറൻസിയേഷൻ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി പഠിക്കണം. സെക്കൻഡ് നിങ്ങൾ പഠിക്കേണ്ടത് ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്കും പഠിക്കണം. ഓക്കെ, തേർഡ് നിങ്ങൾ പഠിക്കേണ്ടത് കോസ്റ്റ് ലീഡർഷിപ്പിന്റെ അച്ചീവിംഗ്. എന്ത് ചെയ്യണം? പഠിക്കണം. കോസ്റ്റ് ലീഡർഷിപ്പിന് എന്ത് പഠിക്കണം? അച്ചീവിംഗ്. കുറെ അച്ചീവിംഗ് പോയിന്റ്സ് ഉണ്ടല്ലോ, അച്ചീവിംഗ് നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, പിന്നെ ഫോർത്ത് പഠിക്കേണ്ടത് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ സ്ട്രാറ്റജി. ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് സ്ട്രാറ്റജിന്റെ അവിടെ നിന്ന് പഠിക്കാനുള്ളത്. ഇനി പഠിക്കാനുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻസ് ഏരിയ ആണെന്ത്? കോർ കോമ്പറ്റൻസി ഇസ് വെരി ഇമ്പോർട്ടന്റ്. കോർ കോമ്പറ്റൻസി എന്തൊക്കെ പഠിക്കാണ്ടത്? ഫസ്റ്റ് ഞങ്ങൾ അതിന്റെ ക്രൈറ്റീരിയ പഠിക്കാം. ക്രൈറ്റീരിയ ഫോർ കോർ കോമ്പറ്റൻസി ഏതൊക്കെയാണ്? വാല്യബിൾ, റയർ, കോസ്റ്റ്ലി, ലിമിറ്റഡ്, നോൺ സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ 4 അല്ലെ? വാല്യബിൾ ആണ്, റയർ ആണ്, കോസ്റ്റ്ലി, ലിമിറ്റഡ് ആൻഡ് നോൺ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതാണ് എന്ത്? അതിന്റെ എന്ത്? ഈ പറഞ്ഞ ക്രൈറ്റീരിയ. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഏരിയ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആപ്ലിക്കേഷൻ ഏരിയ ഓഫ് കോർ കോമ്പറ്റൻസി ഏതൊക്കെയാണ്? കോമ്പറ്റൻസി ഡിഫറൻസിയേഷൻ, കസ്റ്റമർ വാല്യൂ ആൻഡ് ആപ്ലിക്കേഷൻ ടു അതർ മാർക്കറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ കോർ കോമ്പറ്റൻസി പഠിക്കാം. പിന്നെ നെക്സ്റ്റ് പഠിക്കേണ്ടത് നമ്മൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ഏരിയ പഠിക്കുന്നുണ്ട്. അതിന് അണ്ടറിൽ പഠിക്കാണ്ട് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും: ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസോഴ്സ് ആൻഡ് കപ്പബിലിറ്റീസ്. അല്ലെങ്കിലോ സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരിക. ഒരു 4 പോയിന്റ്, അതായത് ഡ്യൂറബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി, ഇമിറ്റബിലിറ്റി ആൻഡ് അപ്രോപ്രിയബിലിറ്റി. ആ 4 പോയിന്റ് ഇല്ലേ, അത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ഈ ചാപ്റ്ററിനകത്ത് കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഒറ്റ മിനിറ്റ്. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പറയുന്നില്ലേ? ഞാൻ മറന്നു. 7ാമത് പഠിക്കേണ്ടത് മെൻഡിലോസ് മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇത് പുതുതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അനാലിസിസിന്റെ മെട്രിക്സ് ആണ് മെൻഡിലോസ് മെട്രിക്സ്. വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇത് കാരണം ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്രാവശ്യം പുതുതായിട്ട് കൊണ്ടുവന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. മെൻഡിലോസ് മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചോ. മെൻഡിലോസ് മെട്രിക്സ് പഠിച്ചോ. ഓക്കെ, പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്. ആ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക, അതിന്റെ 4 സ്റ്റെപ്സ് പറയുന്നുണ്ടല്ലോ. സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗിന്റെ 4 സ്റ്റെപ്സ്.
സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്ടിങ് സ്ട്രാറ്റജി ഗ്രൂപ്പ് മാപ്പിംഗ് ഇസ് ആൾസോ വെരി ഇമ്പോർട്ടന്റ്. ഒരു ഇൻഡസ്ട്രിയിൽ കമ്പനികളുടെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്. പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ കണ്ടോ ഒരുപാട് മാർക്കറ്റിംഗ് കണ്ടോ, ഒരുപാട് മാർക്കറ്റിംഗ് ഉണ്ട് അല്ലെ? എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 മാർക്കറ്റിംഗ് ഉണ്ട്. ഈ 13 എണ്ണത്തിൽ ഞാൻ 6 എണ്ണം പറഞ്ഞുതരാം. ആ 6 എണ്ണം നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. ഞാൻ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത മക്കളെ, മാർക്ക് ചെയ്ത ഫസ്റ്റ് പഠിക്കേണ്ടത് ഈ സാധനം ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. നിങ്ങൾ ശരിക്കും പഠിക്കുന്നത് ഫസ്റ്റ് വൺ. ഓക്കെ, ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. ഒരു വാക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാത്ത കേട്ടാൽ അറിയാത്ത വാക്ക് ഏതാണോ അത് അവരെ ചോദിക്കാം. സോഷ്യൽ മാർക്കറ്റിംഗ് അവർ ചോദിക്കൂല, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ പഠിക്കേണ്ടത് എൻലൈറ്റൻഡ് മാർക്കറ്റിംഗ്. എൻലൈറ്റൻഡ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എൻലൈറ്റൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, പിന്നെ പഠിക്കേണ്ടത് ഡിഫറൻഷ്യൽ മാർക്കറ്റിംഗ്. പിന്നെ പഠിക്കേണ്ടത് സിങ്ക്രോ മാർക്കറ്റിംഗ് ആൻഡ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. ഇപ്പൊ തന്നെ 5 എണ്ണായില്ലേ? ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്, സെക്കൻഡ് വൺ ഞാൻ പറഞ്ഞു എൻലൈറ്റൻഡ് മാർക്കറ്റിംഗ്, തേർഡ് വൺ ഡിഫറൻഷ്യൽ മാർക്കറ്റിംഗ്, ഫോർത്ത് വൺ സിങ്ക്രോ മാർക്കറ്റിംഗ്, ആൻഡ് ഫിഫ്ത് വൺ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ ഡി മാർക്കറ്റിംഗ്. ഈ 6 എണ്ണം മാത്രം ശരിക്കും പഠിച്ചു വെക്കുക. ഡി-മാർക്കറ്റിംഗ്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, സിങ്ക്രോ മാർക്കറ്റിംഗ്, ഡിഫറൻഷ്യൽ മാർക്കറ്റിംഗ്, എൻലൈറ്റൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. വെരി 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 ഇമ്പോർട്ടന്റ്. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ ചാനൽസ് ഉണ്ടോ, ചാനൽസ് സ്കിപ്പ് ചെയ്യരുതേ. സെയിൽസ് ചാനൽ, പ്രൊഡക്റ്റ് ചാനൽ, സർവീസ് ചാനൽ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റനാ. ബട്ട് ഇൻഷുർ എന്ത് ചെയ്യും? അതന്നെ കോപ്പി പേസ്റ്റ് ഇട്ടാലോ പണിയാവും. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. സെയിൽസ് ചാനൽ, പ്രൊഡക്റ്റ് ചാനൽ ആൻഡ് സർവീസ് ചാനൽ. ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കോർ കോമ്പറ്റൻസി. നമ്മൾ എന്ത് ചെയ്യും? കോർ കോമ്പറ്റൻസി പറഞ്ഞു. കോർ കോമ്പറ്റൻസിന് ഏതൊക്കെയാണ്? അപ്ലിക്കേഷൻ ഏരിയ ഏതൊക്കെയാണ്? 3 എണ്ണം പറഞ്ഞു. ഓൾറെഡി പറഞ്ഞു, ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ക്രൈറ്റീരിയ. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ക്രൈറ്റീരിയ ഫോർ കോർ കോമ്പറ്റൻസി ഏതൊക്കെ? വാല്യുബിൾ, റയർ, കോസ്റ്റ്ലി ടു ഇമിറ്റേറ്റ്, നോൺ സബ്സിഡീസ്. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ സോർട്ട് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടന്റ്. സോർട്ട് എങ്ങനെ ചോദിക്കും? ഇതൊരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റിനാ വരിക അല്ലെ? അതില് സോർട്ടിനകത്ത് ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും ആണ് അവർ ചോദിക്കുക. ഓപ്പർച്യൂണിറ്റി ത്രെട്ടും ഒരു കേസ് തരും. ആ കേസിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി? ഇതൊരു GK ക്വസ്റ്റിനെ കയറാം. ആ കേസിൽ എന്തൊക്കെയാണ് ത്രെട്ട്? ഓക്കെ, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാ? ഡ്യൂറബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി, ഇമിറ്റബിലിറ്റി ആൻഡ് അപ്രോപ്രിയബിലിറ്റി. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ മൈക്കിൾ പോർട്ടസ് ഓൾറെഡി പറഞ്ഞു. ഓക്കെ ആണോ? പറ. ഓക്കെ അല്ലേ? തേർഡ് ചാപ്റ്റർ ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായില്ലേ? തേർഡ് ചാപ്റ്റർ. അപ്പൊ ഫോക്കസ് സ്ട്രാറ്റജി, ഫോക്കസ് ഡിഫറൻസിയേഷൻ നോക്കുക, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി നോക്കുക. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലാണെങ്കിൽ ഓഗ്മെന്റഡ്, സിങ്ക്രോ, ഡിഫറൻഷ്യൽ, കോൺസെൻട്രേറ്റഡ് ഒക്കെ നോക്കുക. ഇങ്ങനെ കുറെ സംഭവം ഉണ്ട്. ഓക്കെ, കോർ കോമ്പറ്റൻസി നോക്കുക, അപ്ലിക്കേഷൻ ഏരിയ നോക്കുക, ക്രൈറ്റീരിയ നോക്കുക, സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് നോക്കുക. ഇങ്ങനത്തെ കുറച്ച് ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ശരിക്കും ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇത് ചാപ്റ്റർ നമ്പർ 4 എടുത്തടാ. ചാപ്റ്റർ നമ്പർ 4, ലാസ്റ്റ് ചാപ്റ്റർ. മക്കളെ, ചാപ്റ്റർ നമ്പർ 4 അവർ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ചാപ്റ്റർ നമ്പർ 4 ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ ചാപ്റ്റർ നമ്പർ 4 നിങ്ങൾ മാർക്ക് നോക്കേണ്ട ഏരിയസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക തരുമോ? എല്ലാവരും കമന്റ് ചെയ്യണേ. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക സ്ട്രാറ്റജിക് അലയൻസ് പഠിക്കുക. ഓക്കെ ആണോ? എല്ലാവരും കമന്റ് ചെയ്യണേ. കിട്ടിയില്ലേ? സ്ട്രാറ്റജിക് അലയൻസ്. ഓക്കെ, സ്ട്രാറ്റജിക് അലയൻസ് പഠിക്കണം. സ്ട്രാറ്റജിക് അലയൻസിൽ എന്തൊക്കെ ഉണ്ട്? അഡ്വാൻറ്റേജ് പറഞ്ഞില്ല. നമ്മൾ അഡ്വാൻറ്റേജ് പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജ്? ഓർഗനൈസേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റജിക് അലയൻസ് അവർ ചോദിക്കും. ഓക്കെ ആണോ? രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത്
ടൈപ്സ് ഓഫ് മെർജർ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് മെർജർ ഏതൊക്കെ? വെർട്ടിക്കൽ മെർജർ ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ മെർജർ ഉണ്ട്, കോൺസെൻട്രിക് മെർജർ ഉണ്ട്, കോൺഗ്ലോമറേറ്റ് മെർജർ ഉണ്ട്. ടൈപ്സ് ഓഫ് മെർജർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ മക്കളെ? നോട്ട് ചെയ്യുന്നില്ലേ? ഫസ്റ്റ് സ്ട്രാറ്റജിക് അലയൻസ് പഠിക്കുക, പിന്നെ ടൈപ്സ് ഓഫ് മെർജർ പഠിക്കുക. ഓക്കെ, മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ടത് റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. ആ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി കണ്ടിൽ വരുന്ന ടേൺ അറൗണ്ട്, ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതാ. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. ഈ ടേൺ അറൗണ്ട് സ്ട്രാറ്റജിക്ക് എന്തൊക്കെയുണ്ട്? ആക്ഷൻ പ്ലാൻ ഉണ്ട്. ആക്ഷൻ പ്ലാൻ പഠിക്കണം. ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കണം. ഇതിന്റെ എലമെന്റ്, ഇതിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ചോദിക്കാം. ടേൺ അറൗണ്ട് സ്ട്രാറ്റജിന്റെ ആക്ഷൻ പ്ലാൻ, അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതിന്റെ എലമെന്റ്സ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഫോർത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ADL മെട്രിക്സ്. അർദുർ ഡി ലിറ്റിൽ മെട്രിക്സ്. ADL മെട്രിക്സ് പുള്ളിക്കാരന്റെ അഭിപ്രായത്തിൽ ഡൊമിനന്റ് ആണ്, പിന്നെ ഫേവറബിൾ, ഡൊമിനന്റ്, സ്ട്രോങ്. ഫസ്റ്റ് ഡൊമിനന്റ് അല്ലെ, പുള്ളിക്കാരൻ കമ്പനികളെ 5 കാറ്റഗറി ഏതൊക്കെ? ഡൊമിനന്റ്, പിന്നെ വരുന്നത് ഏതാ? സ്ട്രോങ്, പിന്നെ ഫേവറബിള്, പിന്നെ ടെനബിള്, പിന്നെ ഏതാ? വീക്ക്. ഓക്കെ ആണോ? ഈ ഏരിയയിൽ പഠിക്കാം. പിന്നെ പഠിക്കേണ്ടത് നിങ്ങൾ BCG മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. BCG മെട്രിക്സ് അവർ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാ. BCG മെട്രിക്സിന്റെ വെർട്ടിക്കൽ ആക്സിസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? MCQ. വെർട്ടിക്കൽ ആക്സിസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? BCG മെട്രിക്സിന്റെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? MCQ. ഇത് രണ്ടും എന്താണ്? MCQ ആണ്. വീണ്ടും പറഞ്ഞു, BCG മെട്രിക്സ് ഒരു പോർട്ട്ഫോളിയോ മെട്രിക്സ് ആണ്. അല്ലെ, ഈ പറഞ്ഞ ADL മെട്രിക്സ് ഒരു പോർട്ട്ഫോളിയോ മെട്രിക്സ് ആണ്. ഇത് രണ്ടും എന്താണ്? ഒരു പോർട്ട്ഫോളിയോ മെട്രിക്സ് ആണ്. MCQ. ഇത് രണ്ടും എന്താണ്? MCQ. BCG ആണ് ADL പോർട്ട്ഫോളിയോ മെട്രിക്സ്, MCQ ആണ്. ഓക്കെ, ഇനി പറയുന്നത് ADL മെട്രിക്സ് ഒരു PLCയുടെ ബേസിലുള്ള മെട്രിക്സ് ആണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അല്ലെ, നമ്മൾ പഠിച്ചില്ലേ? പ്രൊഡക്റ്റ് ലൈഫ്, PLCന്റെ ബേസിലുള്ള ഒരു മെട്രിക്സ് ആണത് ഈ പറയുന്ന പോർട്ട്ഫോളിയോ, ADL മെട്രിക്സ്. ഞാൻ വീണ്ടും പറഞ്ഞു, MCQ ആണ്. PLC ബേസ്ഡ് മെട്രിക്സ് ഏതാണ്? ഈ പറയുന്ന ADL മെട്രിക്സ് ആണ്. ഓക്കെ, പിന്നെ BCG പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ പഠിക്കണം. അതിനണ്ടിൽ വരുന്ന വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ, വെർട്ടിക്കൽ അണ്ടിൽ വരുന്ന ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേർഡ് ഉണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ്. കോൺസെൻട്രിക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വെർട്ടിക്കൽ ഫോർവേഡ് ആണ്, ബാക്ക്വേർഡ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ കോൺഗ്ലോമറേറ്റ് അവർ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഒന്ന് വായിച്ചു വെച്ചേക്കോണ്ടി. എന്തൊക്കെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിന്റെ റീസൺസ് എന്തൊക്കെയാണ്? റീസൺ ഫോർ ചൂസിങ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. ഇതിനുള്ളിലൊരു MCQ വരുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് PLC, ഒരു പ്രൊഡക്റ്റ് അതിന്റെ മെച്ചൂരിറ്റി സ്റ്റേജിൽ എത്തുമ്പോഴാണ് എന്ത്? ഒരു പ്രൊഡക്റ്റ് അതിന്റെ മെച്ചൂരിറ്റി സ്റ്റേജിൽ എത്തുമ്പോഴാണ് എന്ത്? സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഓപ്റ്റ് ചെയ്യുക. MCQ. ഓക്കെ ആണോ? കമന്റ് ചെയ്യടാ. പിന്നെ നിങ്ങൾ ഇവിടെ റീട്രെഞ്ച്മെന്റ് പഠിച്ചില്ലേ? അവിടെ എന്തുകൊണ്ട്? ഡൈവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചാപ്റ്റർ നമ്പർ 4 പഠിക്കേണ്ടത്. സിമ്പിൾ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സിൽ എന്ത് ചെയ്യാം? ശരിക്കും ഇരുന്നിട്ട് പഠിക്കുക. നാളെ ഒരു ദിവസം ഫുൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഒരു മിനിറ്റ് പോലും എന്ത് ചെയ്യണ്ട? വേസ്റ്റ് ചെയ്യണ്ട. കഴിഞ്ഞില്ലേ? നാളത്തെ ഒരു ദിവസം എത്ര പ്രഷർ ആണെങ്കിൽ പോലും, എങ്ങനത്തെ പ്രഷർ, നാളെ ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ കഴിഞ്ഞ എക്സാം എങ്ങനെയാണെന്ന് നോക്കണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിങ്ങൾ വിചാരിക്കും ഓഡിറ്റിംഗ് ടഫായ കുട്ടികളുണ്ടെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്യേണ്ട. ഓഡിറ്റിംഗ് ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. കാരണം 40 മാർക്കിൽ അതിനകത്ത് ഉണ്ടാവും. അവർ മെന്റലി പിടിക്കും. മെന്റലി തകർക്കാൻ വേണ്ടി അവർ ഒരുമാതിരി ഊള കളി കളിക്കും. മെന്റലി തകർക്കാനാ. നിങ്ങൾ വിചാരിക്കും 40 കിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് 40 കിട്ടും. ഓക്കെ ആണോ? 40 എബോ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 55 എബോ എവിടെ സ്കോർ ചെയ്യുക? FMR SM എന്ത് ചെയ്യുക? സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പൊ ശരിക്കും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ട്രാൻസാക്ഷൻ ഉണ്ട്, ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. ഒരു കമ്പനിയിലെ മാനേജർ ഫോർമലൈസ്ഡ് അപ്രോച്ചിലാണ്, അതായത് പക്ക ഒരു ഓഫീസ് രീതിയിലാണ് പോണെങ്കിൽ അതാണ് എന്ത്? ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കരീഷ്മ ആൻഡ് ഇപ്പൊ മഹാത്മാഗാന്ധി തന്റെ അനുയായികളെ എങ്ങനെയാണ് നയിച്ചിരുന്നത്? മഹാത്മാഗാന്ധി തന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നയിച്ചിരുന്നത്, അല്ലെ? ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അല്ലെ ചില ആളുകൾ പറയാല്ലേ, ഇത് നമ്മളെ കമ്പനിയാണ്, ഇത് എന്റെ കമ്പനി, ഇത് നിന്റെ കമ്പനിയാണ്, നീ വേണം വർക്ക് ചെയ്യാം, അല്ലെ? ഇത് നിന്റെ കമ്പനിയാണ്, ഇത് എന്റെ കമ്പനി അല്ല, നമ്മൾ എല്ലാവരുടെയും കമ്പനിയാണ്. നമ്മൾ അങ്ങനെ സോപ്പിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് എന്ത് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. കിട്ടിയോ? ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ പക്ക ഒഫീഷ്യൽ, അല്ല? റിവാർഡ് പണിഷ്മെന്റ് കൊടുക്കും, അതാണ് ട്രാൻസാക്ഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ലി, കരീസ്മ ആൻഡ് എന്തൂസിയാസം. ഓക്കെ ആണോ? ഓക്കെ. ചാപ്റ്റർ 3ന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ലാസ്റ്റ് പോർഷൻ നമ്മൾ എന്താ പറഞ്ഞത്? മെന്റലസ് മെട്രിക്സ് അല്ലേ പറഞ്ഞത്? നമ്മള് മാർക്കറ്റിംഗ് ആണോ? നമ്മൾ മെന്റലസ് മെട്രിക്സ് പറഞ്ഞു, പിന്നെ മാർക്കറ്റിംഗ് പറഞ്ഞില്ലേ? മാർക്കറ്റിംഗ് ഡിഫറൻഷ്യല്, സിംഗ്ര, ഓഗ്മെന്റഡ്, കോൺസെൻട്രേറ്റഡ്, ഓക്കെ, എൻലൈറ്റ്മെന്റ്, ഇങ്ങനത്തെ മാർക്കറ്റിംഗ് ആണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും. ഓക്കെ, ആഫ്റ്റർ സോട്ട് ഒരു മിനിറ്റ്. സോട്ടിന് ശേഷം ഇത് സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സസ്റ്റൈനബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നല്ലേ ഏതാണ്? പിന്നല്ലേ ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് ഞാൻ പറഞ്ഞില്ലേ, കോസ്റ്റ് ലീഡർഷിപ്പ് ആണെങ്കിൽ ഈ സാധനം അച്ചീവിംഗ് ദ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഇസ് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫോക്കസ് സ്ട്രാറ്റജി ആണെങ്കിൽ എന്താ? ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോക്കസിനകത്ത് ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലാസ്റ്റ് വൺ ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡഡ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ശരിക്കും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.